Okay, so welcome all to Winners and Tech Hub classes. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ പല സെഷനുകളിൽ അല്ലെങ്കിൽ പല വീഡിയോ സെഷൻസിലായി നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. അതായത് നമുക്ക് ഇനി വരാൻ പോകുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ ലെവൽ എക്സാമുകൾ അല്ലേ, ഇപ്പോൾ മെക്കാനിക്കൽ സ്ട്രീമുകാർക്ക് 2023 ഒരുപാട് എക്സാമുകൾ കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത ഒരു സെറ്റ് ഓഫ് എക്സാംസ് നമ്മുടെ മുന്നിലേക്ക് വരാനുള്ളത് ഏതൊക്കെയാണ് എന്ന് നമ്മൾ പല വീഡിയോസിലായി നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഡിസംബറിൽ വരാൻ പോവുകയാണ്. ഡിസംബർ 15 നിങ്ങളുടെ പ്രൊഫൈലിൽ അത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു എക്സാമിൻ്റെ ഡീറ്റെയിൽസും അതേപോലെ തന്നെ നമുക്ക് ഓൾറെഡി വിളിച്ചിരിക്കുന്ന എക്സാം അല്ലേ, നമുക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയുടെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു. ഡിസംബർ 10 നമ്മുടെ പ്രൊഫൈലിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ആപ്ലിക്കേഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് എക്സാമുകൾ നമ്മുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി അതേപോലെ തന്നെ 2025 എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന വർക്ക്ഷോപ്പ് സൂപ്രണ്ടന്റ് ഇൻ പോളിടെക്നിക് കോളേജിൽ അല്ലേ, പോളിടെക്നിക് കോളേജിലുള്ള വർക്ക്ഷോപ്പ് സൂപ്രണ്ടന്റ് പോസ്റ്റ്, അതേപോലെ തന്നെ ഒന്ന് രണ്ട് പോസ്റ്റുകൾ ഇനിയും നമുക്ക് 2025 വരാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ എക്സാമുകളെല്ലാം കൂടെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്നതിനെ ബേസ് ചെയ്തൊരു സെഷനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വൺസ് അഗെയിൻ ഐ വെൽക്കം യു ഓൾ ടു ദ സെഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹൗ ടു പ്രിപ്പയർ ഫോർ അപ്കമിങ് ബിടെക് ലെവൽ എക്സാം, ഇനി വരാൻ പോകുന്ന ലെവൽ എക്സാമുകൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതിനുവേണ്ടി തന്നെയാണ് വിന്നേഴ്സ് ആൻഡ് ടെക് ക്ലാസസ് റോയൽ ബാച്ച് എന്ന് പറയുന്ന ഒരു ബാച്ച് നമ്മൾ ഓൾറെഡി ഒരു 2 months ബിഫോർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ആ ബാച്ചിലെ ക്ലാസ്സുകളൊക്കെ വളരെ ഭംഗിയായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല കുട്ടികളും ആ ബാച്ചിൽ ജോയിൻ ചെയ്തു, അവർ പഠിത്തം മുന്നോട്ട് പോവുകയാണ്. ഇനിയും ഉദ്യോഗാർത്ഥികൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ കോഴ്സ് നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതേപോലെ തന്നെ ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് ഏത് രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ചധികം ഇൻഫോർമേഷൻസ് ഞാൻ ഇന്നത്തെ സെഷനിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം വീഡിയോ എൻഡ് വരെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ സെഷനിൽ നിങ്ങൾക്ക് കിട്ടും. സോ നമുക്ക് ഡയറക്റ്റായിട്ട് സെഷനിലോട്ട് പോവാം. സോ നമ്മൾ ഓൾറെഡി ആദ്യം നോക്കാൻ പോകുന്നത് അപ്കമിങ് എക്സാമുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 2 എക്സാമുകൾ ഞാൻ ഓൾറെഡി ഗ്രീൻ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞു. എന്താണ് ആ ഗ്രീൻ സിഗ്നൽ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും. നോട്ടിഫിക്കേഷൻ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. ഒന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള അല്ലേ, കേരള യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റ്, അത് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ് പോസ്റ്റ് ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി നമ്മുടെ പ്രൊഫൈലിൽ വന്നു കഴിഞ്ഞു. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള എൻഡ് ഡേറ്റ് ഒക്കെ കഴിഞ്ഞു. ഓൾറെഡി നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റാണ്. അതുകൂടാതെ നമുക്ക് അടുത്ത വരാൻ പോകുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം ആണ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം. ഞാൻ ഓൾറെഡി എൻ്റെ പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടൻ പ്രതീക്ഷിക്കാമെന്ന് ഓൾറെഡി നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ തന്നെ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് വരാൻ പോവുകയാണ്. ഡിസംബർ പകുതിയോടുകൂടി നമ്മുടെ പ്രൊഫൈലിൽ അത് അപ്ലൈ ചെയ്യാനായിട്ട് ആക്റ്റീവ് ആവും. അപ്പോൾ ഈ 2 എക്സാമുകളാണ് നമുക്കിപ്പോൾ 2024 നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് ഈ എക്സാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് 2025 നമുക്കറിയാം ജാനുവരി 1st വീക്കിൽ 2025 ആനുവൽ കലണ്ടർ നമ്മുടെ മുന്നിലേക്ക് വരാൻ പോവുകയാണ് ജാനുവരി 1st വീക്കോടുകൂടി. അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും ഈ എക്സാം, ഈ പറഞ്ഞിരിക്കുന്ന 2 എക്സാമുകൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള, അതേപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ്, ഈ 2 എക്സാമുകൾ ഏത് സ്ലോട്ടിലാണ് വരാൻ പോകുന്നത് എന്ന് ഒരു ക്ലിയർ ഐഡിയ നമ്മുടെ മുന്നിലേക്ക് ആനുവൽ കലണ്ടറിൽ കിട്ടുന്നതാണ്. അപ്പോൾ അത് മേ ബി സെയിം സ്ലോട്ടിലാണ് ഈ 2 എക്സാമുകൾ വീഴുന്നതെങ്കിൽ മോസ്റ്റ്ലി അതൊരു കോമൺ എക്സാമായി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സെയിം സ്ലോട്ടിലാണ് ഈ 2 എക്സാമുകൾ വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമുക്കതൊരു കോമൺ എക്സാമായി പ്രതീക്ഷിക്കാം. അതെന്ത് തന്നെയാണെങ്കിലും നമുക്ക് ആനുവൽ കലണ്ടർ പബ്ലിഷ് ആവുന്ന ടൈമിൽ അത് ക്ലിയർ ആവുന്നതാണ്. അപ്പോൾ ഈ 2 എക്സാമുകൾ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇത് കൂടാതെ ഇനി നമുക്ക് വരാൻ പോകുന്ന എക്സാമുകളാണ് ഞാൻ ഈ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് വർക്ക്ഷോപ്പ് സൂപ്രണ്ടന്റ് പോളിടെക്നിക് കോളേജുകൾ, അതായത് നമുക്കറിയാം 2023 AICT സ്കെയിലുള്ള 2 എക്സാമുകളാണ് നമുക്ക് കഴിഞ്ഞത്. ഒന്ന് പോളിടെക്നിക് ലെക്ചർ, അതേപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ അല്ലെ, എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ. ഈ 2 എക്സാമുകളാണ് AICT സ്കെയിലിൽ 2023 നടന്നത്. ഇനി ഈ ഒരു എക്സാം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരണമെങ്കിൽ 2027 വരെ നമ്മൾ കാത്തിരിക്കണം. പക്ഷെ അതിനു മുന്നേ തന്നെ നിങ്ങൾക്കൊരു AICT സ്കെയിലിലേക്ക് ആ ഒരു എക്സാം നിങ്ങളുടെ മുന്നിലേക്ക് AICT സ്കെയിലുള്ള ഒരു എക്സാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത് ഏതാണ്? വർക്ക്ഷോപ്പ് സൂപ്രണ്ടന്റ് ആണ്. പോളിടെക്നിക് കോളേജിൽ നമ്മുടെ പോളിടെക്നിക് ലെക്ചർ പോസ്റ്റിന്റെ അതേ സ്കെയിലോട് കൂടിയ എക്സാം തന്നെയാണ് പോളിടെക്നിക് കോളേജുകളിലൊക്കെയുള്ള വർക്ക്ഷോപ്പ് സൂപ്രണ്ടന്റ്. ഓൾറെഡി എനിക്ക് തോന്നുന്നു PSC ഏകദേശം ഒരു 8-9 വേക്കൻസി ഓൾറെഡി റിപ്പോർട്ടഡ് ആണ്.
മറ്റ് പല ബൈ ട്രാൻസ്ഫർ ബേസ് ചെയ്തുള്ള കുറച്ച് ഇഷ്യൂസ് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അത് നോട്ടിഫിക്കേഷൻ വരാനുള്ള ഡിലേ എന്നാണ് അറിയാൻ സാധിച്ചത്. എങ്കിൽ തന്നെ നമുക്ക് 2025 നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. മോസ്റ്റ്ലി ആ ഒരു എക്സാം നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രതീക്ഷിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ് ഈ വർക്ക്ഷോപ്പ് സൂപ്രണ്ടന്റ് എന്ന് പറയുന്നത്. AICT സ്കെയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇമ്പോർട്ടൻസ് ആ ഒരു എക്സാമിനുണ്ട് അല്ലേ. അത് കൂടാതെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മറ്റ് 2 അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമുകളാണ്. ഒന്ന് ആഗ്രോ ഇൻഡസ്ട്രീസിലേക്കുള്ളത്, അതേപോലെ തന്നെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ. ഇതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന 2025 എക്സ്പെക്ട് ചെയ്യുന്ന എക്സാമുകളാണ്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് റിലേറ്റ് ചെയ്തുള്ള ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, നമുക്കൊരു പർട്ടിക്കുലർ എക്സാം മേ ബി വേക്കൻസി അവിടെ ലിമിറ്റഡ് ആയിരിക്കും, 1-2 വേക്കൻസി ഒക്കെ ഉള്ള ഒരു എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ റിലേറ്റ് ചെയ്ത് ഒരുപാട് എക്സാമുകളൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ ആ പ്രിപ്പറേഷൻ അതൊരു ബൂസ്റ്റപ്പ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു എക്സാമിനെ മുന്നിൽ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സബ്ജക്റ്റ്, നമുക്കറിയാം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന നമ്മുടെ സ്ട്രീമിൽ ഒരുപാട് കോർ സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ സബ്ജക്റ്റുകളൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക, സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുക, ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് ടാസ്കുകൾ എക്സാം എഴുതുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഫിനിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ഒരു സമയമാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്. ഒരിക്കലും നമുക്ക് എക്സാം ഡേറ്റ് വന്നു കഴിഞ്ഞ്, എക്സാം കൺഫർമേഷൻ വന്നു കഴിഞ്ഞ് ഒരിക്കലും നമ്മൾ എക്സാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്താൻ പറ്റില്ല. മേ ബി നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്കൊരു ബേസിക് നോളജ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിലൊക്കെ എത്തപ്പെടാൻ സാധിക്കും. നമുക്കറിയാം റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും വന്ന് കിടന്നിട്ടോ അല്ലെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റിലൊക്കെ പോയി കിടന്നു കഴിഞ്ഞാൽ യാതൊരു കാര്യമില്ല. നമുക്ക് ജോലി എന്ന് പറയുന്ന ആ ഒരു ഫൈനൽ പോയിന്റിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ എന്ത് ചെയ്യണം, ടോപ്പിൽ വരണം. അങ്ങനെ വരണമെങ്കിൽ നമ്മൾ ഒരിക്കലും എക്സാം കൺഫർമേഷൻ, എക്സാമിന്റെ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ നേരത്തെ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങണം അല്ലേ. അപ്പോൾ ഇനിയുള്ള എക്സാമുകൾക്ക്, കേരള PSC ബേസ് ചെയ്തുള്ള ഇനിയുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഉദ്യോഗാർത്ഥികൾ, അല്ലെങ്കിൽ കഴിഞ്ഞ 2023 നടന്ന എക്സാമുകൾ പഠിച്ചു പക്ഷെ പ്രതീക്ഷിച്ച പോലെ നിങ്ങൾക്ക് ഉദ്ദേശിച്ച ലെവലിൽ എത്താൻ സാധിച്ചില്ല, അങ്ങനെയൊക്കെ ഉള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള അവസരമാണ് ഈ പറഞ്ഞിരിക്കുന്ന 2 എക്സാമുകൾ. ഞാൻ പറയുന്നു, യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള, അതേപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ്, ഈ 2 എക്സാമുകൾ ബേസ് ചെയ്ത് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഈ 2 എക്സാമുകൾ ബേസ് ചെയ്ത് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അതിനോടൊപ്പം നിങ്ങൾക്ക് അടുത്ത വർഷങ്ങളിൽ ഈ പറയുന്ന എക്സാമുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരും. കാരണം നമുക്ക് പഠിച്ചു തുടങ്ങുക, നമ്മൾ പഠിക്കേണ്ട കണ്ടന്റ് സെയിം ആണ്, പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ സെയിം ആണ്. അല്ലാതെ ഈ പറയുന്ന ഓരോ എക്സാമുകൾക്കും ഓരോ കണ്ടന്റ് അല്ല നമ്മൾ പഠിക്കുന്നത്, ഇതെല്ലാം കോമൺ ആയിട്ടുള്ള കണ്ടന്റ് ആണ്. അപ്പം നമ്മൾ പഠിച്ചു തുടങ്ങുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. പഠിച്ച് മുന്നേറിട്ട് പോകുന്നതിനനുസരിച്ച് ഈ പറയുന്ന എക്സാമുകളൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരും. ഓക്കെ, സോ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന എക്സാമുകളാണ് നമ്മുടെ മുന്നിലേക്കുള്ളത്. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാൻ എന്നുള്ളൊരു അവസരമാണ്. അപ്പോൾ മിക്ക ഉദ്യോഗാർത്ഥികളും പഠിക്കണം എന്നുള്ള താല്പര്യമുണ്ട്, പക്ഷേ ഏത് എക്സാമാണ് വരുന്നത്, എക്സാമുകൾ ഇനി വരുമോ, ഉടനെ വരുമോ എന്നുള്ള ഡൗട്ടിലൊക്കെ കുറേ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റക്ക് ചെയ്തിരിക്കുകയാണ്. കാരണം നമ്മളിപ്പോൾ കോഴ്സ് എടുത്ത ഉദ്യോഗാർത്ഥികൾ തന്നെ പലരും എന്ത് ചെയ്യുന്നില്ല, പഠിച്ച് മുന്നോട്ട് പോകുന്നില്ല. കാരണം എക്സാം ഇപ്പോൾ ഉടനെ ഇല്ലല്ലോ എന്നുള്ളൊരു തോന്നലാണ്. പക്ഷേ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന 2 എക്സാം ഓൾറെഡി ഞാൻ പറഞ്ഞു, യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് എക്സാം ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഈ 2 എക്സാമുകൾ ഓൾറെഡി ഗ്രീൻ സിഗ്നൽ ആണ്, നമുക്ക് പഠിച്ചു തുടങ്ങാൻ ടൈമായി എന്ന് കാണിക്കാനുള്ള 2 എക്സാം ആണ്. പഠിച്ചു തുടങ്ങുക, പുറകെ തന്നെ ഈ പറയുന്ന എക്സാമുകളൊക്കെ വന്നോളും. നമ്മൾ പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ, യെസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ആദ്യം ഞാൻ പറയാൻ പോകുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള. ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നതാണ്, നിങ്ങൾ എല്ലാവരും തന്നെ അപ്ലൈ ചെയ്ത് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ലാസ്റ്റ് ഡേറ്റ്, അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 3, 2024 ആയിരുന്നു. 276/2024 കാറ്റഗറി നമ്പറിലാണ് ഈ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള നമ്മുടെ മുന്നിലേക്ക് വന്നത്. അപ്പോൾ നോർമലി നമുക്കറിയാം അസിസ്റ്റന്റ് എഞ്ചിനീയർ പേ സ്കെയിൽ നമുക്കറിയാം, നോർമലി ഏതൊരു AE ലെവൽ എക്സാം ആണെങ്കിലും പേ സ്കെയിൽ നമുക്കറിയാം ബേസിക് 55,200 ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ അതേപോലെ നമ്പർ ഓഫ് വേക്കൻസീസ് 1 ആണ്. നമുക്ക് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലേക്കാണ് ആ ഒരു വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഈ ഒരു പോസ്റ്റ്, ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ മുന്നിൽ ഓപ്പൺ, നമുക്ക് ഓൾറെഡി അപ്ലൈ ചെയ്ത് നമുക്ക് എക്സാം വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇതിനോടൊപ്പമാണ് നമുക്ക് അടുത്തത് എന്ത് ചെയ്യുന്നത്, AE ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ നിങ്ങൾ പ്രസ് റിലീസ് കണ്ടു കാണും. ഓൾറെഡി നമ്മൾ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ ഒരു ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റ്. അപ്പോൾ അവിടെ നമുക്ക് യാതൊരുവിധ ഡൗട്ടും വേണ്ട. കാരണം ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലേക്ക് 2 AE പോസ്റ്റുകളാണുള്ളത്, സിവിലുകാർക്കും അതേപോലെ തന്നെ മെക്കാനിക്കലുകാർക്കും. സിവിലുകാരുടെ AEയുടെ ലിസ്റ്റ് ഓൾറെഡി 2024 വന്നതേ ഉള്ളൂ, അത് ഓൾറെഡി ലിസ്റ്റ് ഉള്ളതാണ്. നമ്മുടെ ലിസ്റ്റ് 2022 ലിസ്റ്റ് എക്സ്പയർ ആയതാണ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ. അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ നോട്ടിഫിക്കേഷൻ തന്നെയാണ് ഡിസംബറിൽ വരാൻ പോകുന്നത്, അതിൽ യാതൊരു ഡൗട്ടും വേണ്ട. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ലാസ്റ്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിന്റെ
ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു എക്സാമിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത് 2019 ജാനുവരി 31 2019 റാങ്ക് ലിസ്റ്റ് വന്നത്. ലാസ്റ്റ് അഡ്വൈസ് 2022 ഫെബ്രുവരി 10 ആ ലിസ്റ്റ് എക്സ്പയർ ആയി. ഏകദേശം 12ഓളം അഡ്വൈസുകളാണ് പോയത്, 12ഓളം അഡ്വൈസുകൾ. ഇപ്പോൾ മോസ്റ്റ്ലി അടുത്ത മാസം നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അതിനകത്ത് നമ്പർ ഓഫ് വേക്കൻസി മോസ്റ്റ്ലി ചിലപ്പോൾ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് കാണിക്കാം, അല്ലെങ്കിൽ മേ ബി 1 or 2 എന്നുള്ള രീതിയിലായിരിക്കും കാണിക്കുക. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, കഴിഞ്ഞ 2021 അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ 1 or 2 വേക്കൻസി ആയിരുന്നു എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്നത്. പക്ഷേ റാങ്ക് ലിസ്റ്റ് വന്ന് ഫസ്റ്റ് അഡ്വൈസ് പോയപ്പോൾ 9 പേർക്കാണ് അഡ്വൈസ് പോയത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രൊമോഷൻ നടക്കുന്നുണ്ടായിരുന്നു, ഇനിയും പ്രൊമോഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റിന് ഏകദേശം ഒരു 15-16 ഉദ്യോഗാർത്ഥികൾക്ക് ജോബിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിന്റെ എക്സാം വരുന്ന സമയത്തും അവിടെയും നമുക്ക് മേ ബി ഓൾറെഡി ഉള്ള വേക്കൻസി വരാം. ഇൻ ബിറ്റ്വീൻ ഇനി വരുന്ന 3 വർഷങ്ങളിൽ അവിടെ പ്രൊമോഷൻ നടക്കാം. അപ്പോൾ പ്രൊമോഷൻ വഴി നമുക്ക് ഈ പോസ്റ്റ് വീണ്ടും വേക്കന്റ് ആവാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരം നമുക്ക് ഈ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലുണ്ട്. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പഠിക്കുക. അപ്പോൾ ഏകദേശം നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് ഒരിക്കലും ഹ്യൂജ് നമ്പർ ഓഫ് വേക്കൻസീസ്, അതായത് 50-60 വേക്കൻസി ഒന്നും ലെവൽ മെക്കാനിക്കൽ എക്സാമുകൾക്ക് വരാറില്ല. വരുന്നെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് ഒരു 10 to 15 റേഞ്ചാണ് വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയും പ്രതീക്ഷിക്കാം. സോ രണ്ടാമത്തെ എക്സാം ഇതിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് അടുത്ത വർഷം അടുത്ത ഡിസംബർ 15 കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ വരുന്നതാണ്. ആദ്യം തന്നെ എല്ലാവരും അത് അപ്ലൈ ചെയ്യുക. ഇനി പ്രീവിയസ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് 47.33 നമുക്കറിയാം. 47.3 2019 നടന്ന എക്സാമാണ്. കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. ഇപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും പഠിച്ചിട്ട് തന്നെയാണ് പോകുന്നത് എക്സാമിന്. അതുകൊണ്ട് തന്നെ ഈ ഒരു കട്ട് ഓഫ് ഒന്നും നമുക്ക് നോക്കണ്ട. ഇപ്പോഴത്തെ ഒരു ലെവൽ എക്സാമിന് എപ്പോഴും കട്ട് ഓഫ് ഒക്കെ വന്നത് 65 to 70 റേഞ്ച് തന്നെയാണ് കട്ട് ഓഫുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ബിടെക് ലെവൽ എക്സാമുകളുടെ കട്ട് ഓഫ് ഇപ്പം നടന്ന 2023 നടന്ന മിക്ക എക്സാമുകൾക്കും 65 to 70 റേഞ്ചാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ച് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പഠിച്ചു പോകുക. അപ്പോൾ ഈ ഒരു റേഞ്ചിലേക്ക് വരണമെങ്കിൽ നമ്മൾ ആ ലെവൽ എന്ത് ചെയ്യണം, മാക്സിമം സിലബസ് കവർ ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ കവർ ചെയ്ത് മാക്സിമം പ്രാക്ടീസിലൂടെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ലെവൽ എത്താൻ സാധിക്കുള്ളൂ. സോ അത് മനസ്സിലാക്കുക. മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്ന കാൻഡിഡേറ്റ്സ് ഏതും 34ആണ്. അപ്പോൾ ഈ ഒരു റേഞ്ച് ഒരിക്കലും വലിയൊരു ലിസ്റ്റ് ഒന്നും ഈ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. കാരണം വേക്കൻസി ഒരു 10 to 15 റേഞ്ചിലേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതേപോലെ ഒരു ചെറിയ ലിസ്റ്റ് തന്നെയായിരിക്കും ഈ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലും വരാൻ പോകുന്നത്. പക്ഷെ ആ ലിസ്റ്റിൽ ഇടം നേടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ആ ഒരു ചെറിയ ലിസ്റ്റ് ആണെങ്കിൽ തന്നെയും അതിനകത്ത് മെയിൻ ലിസ്റ്റിൽ തന്നെ നമ്മൾ പകുതിയിൽ എത്തണമെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ പഠിക്കണം, ടോപ്പിൽ നമ്മൾ എത്തണം. എങ്കിലേ നമുക്ക് ആ ഒരു എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു മെയിൻ ലിസ്റ്റിൽ തന്നെ ഒരു മിഡിലേക്ക് നമുക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ലെവലിൽ തന്നെ നിങ്ങൾ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് പ്രീവിയസ് ഡീറ്റെയിൽ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നമ്മുടെ നോട്ടിഫിക്കേഷൻ എന്തായാലും ഡിസംബർ മിഡിൽ വരും. അതിനുശേഷം നമുക്ക് ആ നോട്ടിഫിക്കേഷൻ വെച്ചിട്ട് എന്തായാലും നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പറയാം. ഇനി നമ്മൾ പോകാൻ പോകുന്നത്, ഓൾറെഡി ഞാൻ പറഞ്ഞു, 2 എക്സാമുകൾ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റും അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള. അപ്പോൾ ഓൾറെഡി നമ്മുടെ വിന്നേഴ്സ് ആൻഡ് ടെക്കപ്പ് ക്ലാസ്സസ് ഓൾറെഡി നമ്മളൊരു ബാച്ച്, റോയൽ ബാച്ച് ഫോർ എക്സാംസ് നമ്മൾ ഓൾറെഡി ലോഞ്ച് ചെയ്തു. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ജോയിൻ ചെയ്തു, അവരുടെ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് പ്രിപ്പറേഷൻ തുടങ്ങാനായിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനി വരാൻ പോകുന്ന എക്സാമുകൾ, അത് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള ആയിക്കോട്ടെ, അടുത്ത വർഷങ്ങളിൽ വരാൻ പോകുന്ന ഞാൻ പറഞ്ഞ വർക്ക്ഷോപ്പ് സൂപ്രണ്ടന്റ് ഇൻ പോളിടെക്നിക് കോളേജസ്, അഗ്രോ ഇൻഡസ്ട്രീസ്, അതേപോലെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ, ഈ പറയുന്ന എക്സാമുകൾക്കൊക്കെ നിങ്ങളെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായിക്കുന്ന കോഴ്സ് തന്നെയാണ് റോയൽ ബാച്ച് ഫോർ എക്സാംസ്. ആ രീതിയിലാണ് നമ്മൾ ആ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കോഴ്സിലൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുന്നതായിരിക്കും. സോ ഇതൊക്കെയാണ് നമ്മുടെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് ഞാൻ ജസ്റ്റ് ആ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ നോർമലി ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമലി ഇങ്ങനെ ഒരു സ്ക്രീൻ നിങ്ങൾക്ക് കാണിക്കും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഓൾറെഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് റോയൽ ബാച്ച് എന്നുള്ള ഒരു പോസ്റ്റ് ഉണ്ട്. അവിടെ മൈ കോഴ്സസ്, നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ലെവൽ എക്സാമിൻ്റെ കോഴ്സ് നിങ്ങൾക്ക് ഈ ഒരു ഫോൾഡറിൽ കാണാൻ സാധിക്കും. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ഒരു ഫോൾഡർ കാണാൻ സാധിക്കും, കേരള PSC. കണ്ടോ, ഇതിനകത്ത് ഒരുപാട് കോഴ്സസുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോർമലി ഇത് ഓപ്പൺ ആയിരിക്കും, റോയൽ ബാച്ച് മെക്കാനിക്കൽ എക്സാംസ്. ഈ ഒരു ഫോൾഡർ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഓൾറെഡി ഓപ്പൺ ആവുന്നതായിരിക്കും. സോ ഈ ഒരു ബാച്ചിലേക്ക്, ഈ ഒരു ഫോൾഡറിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ഒരു ഫോൾഡർ കാണാൻ സാധിക്കും. കേട്ടോ, ഈ രീതിയിൽ റോയൽ ബാച്ച് മെക്കാനിക്കൽ എക്സാംസ്. ഇവിടെ നമ്മുടെ സിലബസിനെ ബേസ് ചെയ്ത് തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നോക്കേ, മൊഡ്യൂൾ 1 സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്,
മൊഡ്യൂൾ 2 ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് വിഷൻസ്. അപ്പോൾ ആ ഒരു ഓർഡറിലാണ് തെർമോഡൈനാമിക്സ്, തെർമൽ എഞ്ചിനീയറിംഗ്, തിയറി ഓഫ് വിഷൻ, പ്രൊഡക്ഷൻ ടെക്നോളജി, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്ലാസ്സുകൾ ഓരോ മൊഡ്യൂൾ എവിടെയാണ് എന്നുള്ള രീതിയിൽ കറക്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് പിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ എന്ത് ചെയ്തിരിക്കുന്നത്, അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ഓൾറെഡി ക്ലാസ്സുകൾ എല്ലാം. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മളെ കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ബോർഡ് ക്ലാസ്സുകളാണ്. നമുക്കറിയാം കഴിഞ്ഞ കുറേ എക്സാമുകൾ നടന്നു കഴിഞ്ഞു, അതിനൊന്നും നമ്മൾ യൂസ് ചെയ്ത ക്ലാസ്സുകളല്ല. പുതിയ ക്ലാസ്സുകൾ എസ്പെഷ്യലി ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പുതിയ ക്ലാസ്സുകൾ എസ്പെഷ്യലി ഡിജിറ്റൽ ബോർഡ് ക്ലാസ്സുകളാണ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ തിയറീസും പുതിയ കൺസെപ്റ്റ്സുകളും ക്വസ്റ്റ്യൻസുകളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ന്യൂ ക്ലാസ്സസ് ആണ് നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടി ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്തെല്ലാം നമ്മൾ ക്ലാസ്സുകൾ ഓൺഗോയിങ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ്സുകൾ അപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ ഫ്ലൂയിഡ് മെക്കാനിക്സ്, തെർമോഡൈനാമിക്സ് ഒക്കെ ഓൾമോസ്റ്റ് ക്ലാസ്സുകൾ കംപ്ലീറ്റഡ് ആണ്. തെർമൽ എഞ്ചിനീയറിംഗിൽ ഓൾമോസ്റ്റ് വീഡിയോസ് കയറി കഴിഞ്ഞു. ബാക്കിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ ഷൂട്ട് ചെയ്യുകയാണ്. അതിനനുസരിച്ച് നമ്മൾ ഈ ഫോൾഡറിൽ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മുടെ ക്ലാസ് പോകുന്നത്. ഇനി നിങ്ങളിപ്പം ഈ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്ന ഫോൾഡർ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഈ രീതിയിൽ ഒരു ഫോൾഡർ വരാൻ സാധിക്കും. ഈ രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കണ്ടോ, എവിടെ കണ്ടോ, ഫ്ലൂയിഡ് മെക്കാനിക്സ് എൻ്റെ സിലബസ് അവിടെ കാണും. അതിനുശേഷം ക്ലാസ് 1, ക്ലാസ് 2. ഇനി നമ്മുടെ കോഴ്സിന്റെ മറ്റൊരു പ്രത്യേകത, നമ്മൾ തിയറി ക്ലാസ് കഴിഞ്ഞ് നേരെ അതിനെ ബേസ് ചെയ്തുള്ള MCQ പോകും. അതായത് ഇവിടെ ക്ലാസ് 1, ക്ലാസ് 2 അതിനെ ബേസ് ചെയ്തായിരിക്കും MCQ പോകുന്നത്. MCQ then MCQ അതിന്റെ നോട്ട്സ്, then ക്ലാസ് 2. ഈ രീതിയിലാണ് ക്ലാസ്സുകൾ ഉണ്ടാവും. ക്ലാസ് 12, ക്ലാസ് 13. ഇപ്പോൾ ഇവിടെ ഫ്ലൂയിഡ് കൈനമാറ്റിക്സിന്റെ ആണ്. ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ബേസ് ചെയ്ത് MCQ ആണ് അവിടെ പോയിരിക്കുന്നത്. അതേപോലെ ഇത് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ സ്ട്രീം ഫംഗ്ഷന്റെ ക്ലാസ് ആണ്, അതിന് ബേസ് ചെയ്ത് MCQ സെപ്പറേറ്റ് ക്ലാസ്. ഇങ്ങനെ കറക്റ്റ് ഓർഡറിലാണ്, അതായത് ആ ഒരു ഓർഡറിൽ തന്നെയാണ് നമ്മൾ ആ ക്ലാസ്സുകൾ പോകുന്നത്. കറസ്പോണ്ടിങ് തിയറി കഴിഞ്ഞ് ആ തിയറിയെ ബേസ് ചെയ്തുള്ള MCQs ആ ഒരു ഓർഡറിലാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. കേട്ടോ, ഇത് ഫ്ലൂയിഡ് ഡൈനാമിക്സിന്റെ ക്ലാസ്സുകളാണ്. അത് കഴിഞ്ഞാൽ തന്നെ MCQ ഫ്ലൂയിഡ് ഡൈനാമിക്സ് 1, MCQ ഫ്ലൂയിഡ് ഡൈനാമിക്സ് 2. കണ്ടോ, ഈ ഒരു ഓർഡറിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ എന്ത് ചെയ്തിരിക്കുന്നത്, അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ ഒരു അറേഞ്ച്മെന്റ് ഞാൻ കാണിച്ചത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ലെറ്റ്സ് സേ തെർമൽ എഞ്ചിനീയറിംഗ് ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, തെർമൽ എഞ്ചിനീയറിംഗിൽ നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ സബ്ജക്റ്റ് ഉണ്ട്, പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ് ഉണ്ട്, റെഫ്രിജറേഷൻ ഉണ്ട്, IC എഞ്ചിൻ ഉണ്ട്. അപ്പോൾ അതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഒക്കെ ക്ലാസ് കംപ്ലീറ്റ് ആയതാണ്. പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗിന്റെ ഒക്കെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഫോൾഡറിൽ കാണാൻ സാധിക്കും. ദെൻ അത് ഓരോന്നായിട്ട് നിങ്ങളിപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ട് ഹീറ്റ് ട്രാൻസ്ഫറിലെ ക്ലാസ്സസ്, അതിന്റെ MCQ കറസ്പോണ്ടിങ് ആയിട്ട് ഈ രീതിയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കേട്ടോ, കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ MCQ, 2 MCQ സെക്ഷൻസ്, കൺവെക്ഷൻ. അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഓർഡർ ചെയ്ത്. ഓൾറെഡി കോഴ്സ് പർച്ചേസ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് ഇത് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അല്ല, ഇനിയും കോഴ്സ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് കൺവേ ചെയ്തത്. ഈ രീതിയിൽ കറക്റ്റ് ഓർഡറിലാണ് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വിത്ത് MCQ ക്ലാസ്സിനോടൊപ്പം അല്ലാതെ തിയറി സെഷൻ കഴിഞ്ഞ് അതിനുവേണ്ടി MCQന് വേണ്ടി മാത്രം സെഷൻസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾ പോകുന്നത്. അതിനകത്ത് അതുകൊണ്ട് ക്ലാസ് അറേഞ്ച് ചെയ്തതിനകത്ത് ഒരു കൺഫ്യൂഷൻസും ഇല്ല. നിങ്ങൾക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് ക്ലാസ്സുകൾ എന്ത് ചെയ്യാൻ പറ്റും, ഫോളോ ചെയ്ത് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലിൽ നിങ്ങൾ ക്ലാസ് എന്ത് ചെയ്യാം, പഠിച്ചു പോവുക. പാരലി നമ്മൾ നോട്ട്സ് ഓൾറെഡി ഈ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കണം. കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ നോട്ട്സ് പ്രിന്റ് എടുത്ത് പഠിക്കുക എന്നതിന് ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. നോട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമൊക്കെ ഇപ്പോൾ നിങ്ങൾക്കുണ്ട്. മാക്സിമം നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ വ്യക്തമായി തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, ദെൻ അപ്പോൾ കോഴ്സ് നമ്മുടെ റോയൽ ബാച്ചിന്റെ കോഴ്സ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് സിലബസ്. നമുക്കറിയാം ഇനി വരാൻ പോകുന്ന ഇപ്പോൾ ഈ പറയുന്ന 2 എക്സാമുകൾ, ഗ്രൗണ്ട് വാട്ടർ ആയിക്കോട്ടെ, യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള ആയിക്കോട്ടെ, ഇനി വരാൻ പോകുന്ന എക്സാമുകൾ, വർക്ക്ഷോപ്പ് സൂപ്രണ്ടന്റ് എക്സാം ആയിക്കോട്ടെ, അപ്പോൾ ഇവിടെയൊക്കെ വരാൻ പോകുന്ന ബിടെക് ലെവൽ എക്സാമിന്റെ സിലബസ് നമുക്കറിയാം. കഴിഞ്ഞ 2023 നടന്ന ലെവൽ എക്സാം, അതായത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അല്ലെങ്കിൽ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ്, അതേപോലെ ഇപ്പം ഗ്രേഡ് 1 ഇൻസ്ട്രക്ടർ ഇൻ എഞ്ചിനീയറിംഗ് കോളേജിന്റെ എക്സാം കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ കേരള PSC പബ്ലിഷ് ചെയ്ത ആ സിലബസ് തന്നെ ആയിരിക്കും നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. അതിനകത്ത് യാതൊരു ഡൗട്ടും വേണ്ട, സെയിം സിലബസ് തന്നെയായിരിക്കും. അപ്പോൾ ആ ഒരു സിലബസിനെ ബേസ് ചെയ്തായിരിക്കണം നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ, ആ ഒരു സിലബസിനെ ബേസ് ചെയ്ത് പഠിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ആ സിലബസിൽ നമുക്കറിയാം 8 മൊഡ്യൂളുകളായിട്ട് തന്നെയാണ് നമ്മുടെ സിലബസ് വരുന്നത്. മൊഡ്യൂൾ 1 മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്,
12 മാർക്സ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കേരള PSC സിലബസ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിലബസിനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. എക്സാക്ട് മാർക്ക് 12 മാർക്കാണ് ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 12 മാർക്കിനുള്ള ചോദ്യം തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. എക്സാക്ട് സിലബസ് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നത്. സോ ആ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്ത് പോവുക. വേറെ ഒന്നും വേണ്ട, സിലബസിന് പുറത്തുനിന്ന് ഒന്നും നിങ്ങൾ പഠിക്കേണ്ട. സിലബസിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 100% ഷുവർ ആണ് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ എത്താൻ പറ്റും. അതിനകത്ത് യാതൊരു ഡൗട്ടും വേണ്ട. സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യുക, അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്യുക, നല്ല രീതിയിൽ റിവിഷൻ എക്സാംസുകൾ മോക്ക് എക്സാംസും കാര്യങ്ങളൊക്കെ എഴുതി വ്യക്തമായ റിവിഷനൊക്കെ നടത്തി പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റാങ്ക് ലിസ്റ്റിൽ എത്താൻ പറ്റും. അതിനകത്ത് ഒരു ഡൗട്ടും വേണ്ട. അപ്പോൾ ഈ ഒരു സിലബസിനെ ബേസ് ചെയ്ത് ധൈര്യത്തോടെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഈ ഒരു സിലബസിനെ ബേസ് ചെയ്ത് നോക്കേ, മൊഡ്യൂൾ 1 മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് 12 മാർക്കാണ്. മൊഡ്യൂൾ 2 തെർമോഡൈനാമിക്സ് 12 മാർക്ക്. മൊഡ്യൂൾ 3 ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് 12 മാർക്ക്. മൊഡ്യൂൾ 4 മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ് 12 മാർക്ക്. മൊഡ്യൂൾ 5 തെർമൽ എഞ്ചിനീയറിംഗ് വെയിറ്റേജ് കൂടുതലാണ് 14 മാർക്ക്. അതേപോലെ മൊഡ്യൂൾ 6 തിയറി ഓഫ് മെഷീൻ ആൻഡ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ് 14 മാർക്ക്. ഈ രണ്ട് മൊഡ്യൂളിന് ഒരു 2 മാർക്ക് വെയിറ്റേജ് കൂടുതലാണ്. ബാക്കി പ്രൊഡക്ഷൻ ടെക്നോളജി, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് ബാക്കിയൊക്കെ 12 മാർക്ക് തന്നെയാണ്. തെർമൽ എഞ്ചിനീയറിംഗും അതേപോലെ തന്നെ തിയറി ഓഫ് മെഷീൻസ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ് ഇത് രണ്ടിനും വെയിറ്റേജ് 2 മാർക്ക് എക്സ്ട്രാ ഉണ്ട്, 14 മാർക്ക്. അപ്പൊ ഈ രീതിയിലാണ് 100 മാർക്കിന്റെ ചോദ്യം നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഓക്കെ അല്ലേ? 100 മാർക്സ്. നോക്കുക, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മൾ എഞ്ചിനീയറിംഗിന്റെ 8 സെമസ്റ്ററുകളിൽ പല സെമസ്റ്ററുകളിലായിട്ട് പഠിച്ച നമ്മുടെ കോർ സബ്ജക്റ്റുകളെല്ലാം തന്നെ ഇവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ 2023 എക്സാമിന് പ്രിപ്പയർ ചെയ്ത ഉദ്യോഗാർത്ഥി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇനി ഫ്രഷ് ആയിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളായിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു സിലബസ് അതാണ്, ഈ സബ്ജക്ട്സുകളെ ബേസ് ചെയ്ത് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മുന്നിൽ സിലബസ് ഉണ്ട്, എക്സാം നിങ്ങൾക്ക് പഠിക്കേണ്ട കണ്ടന്റ് എന്താണ്, ഏത് രീതിയിൽ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കോഴ്സിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. വ്യക്തമായി പഠിച്ചു തുടങ്ങുക എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ മുന്നിലുള്ള ടാസ്ക്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ റോയൽ ബാച്ച് കോഴ്സിൽ നമ്മൾ ഓൾറെഡി റെക്കോർഡഡ് ക്ലാസ്സുകൾ ഡിജിറ്റൽ ബോർഡ് റെക്കോർഡ് ചെയ്ത ന്യൂ ക്ലാസ് നമ്മൾ ഓൾറെഡി ആപ്പിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് പോകാം. അത് കൂടാതെ നമ്മളെ ലൈവ് ക്ലാസ് അല്ലേ, നമുക്ക് റെക്കോർഡ് ക്ലാസ് കൂടാതെ നമുക്ക് എന്തുണ്ട്, ലൈവ് ക്ലാസ് ഉണ്ട്. ലൈവ് ക്ലാസ്സുകൾ നമ്മൾ ഡിസംബർ 20th ഓൺവേർഡ്സ് നമ്മൾ ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഡിസംബർ 20th ഓൺവേർഡ്സ് നമ്മൾ ലൈവ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അതായത് ഈ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്ന് നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് നമ്മൾ ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ലൈവ് ക്ലാസ്സിൽ മോസ്റ്റ്ലി എന്താണ്, ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങൾ ഓൾറെഡി തിയറി, നമ്മൾ ഡിജിറ്റൽ ബോർഡ് ഷൂട്ട് ചെയ്ത ക്ലാസ് തിയറി ബേസ് ചെയ്ത് പഠിച്ച് നോട്ട്സ് മേക്ക് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ലൈവ് സെഷനിൽ നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് ടാസ്കുകൾ തരും. ഓരോ ലൈവ് സെഷനിലും ഏത് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്യണം, നമ്മുടെ കോഴ്സിനകത്ത് ആപ്പിനകത്തുള്ള നമ്മുടെ റോയൽ ബാച്ച് കോഴ്സിനകത്തുള്ള ആ കറസ്പോണ്ടിങ് ടോപ്പിക്ക് വ്യക്തമായി പഠിക്കുക. അതിൻ്റെ തിയറി ക്ലാസ് അവിടെ ക്ലാസ് റെക്കോർഡ് തന്നിട്ടുണ്ട്. അതേപോലെ ആ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് MCQ സെഷൻ ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ തിയറി പഠിക്കുക, ആ തിയറി ബേസ് ചെയ്ത് നോട്ട് മേക്ക് ചെയ്യുക, എന്നിട്ട് ആ MCQ ഒക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ. അപ്പോൾ ആ ലൈവ് സെഷനിൽ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ട്സുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്യാം. അത് കൂടാതെ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും പ്രാക്ടീസ് ചെയ്യും. കാരണം മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം അല്ലേ? കാരണം തിയറി എത്രമാത്രം പഠിച്ചാലും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടൈമിൽ, നമ്മുടെ ആ ഒരു എക്സാമിൻ്റെ ആ ഒരു ഗിവൺ ടൈമിൽ നമുക്ക് വ്യക്തമായി നമുക്ക് ആൻസറിലേക്ക് എത്തുന്ന രീതിയിൽ എത്താൻ പറ്റില്ല. നമ്മൾ പല ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് ഇത് ഫെമിലിയർ ആണ്, പക്ഷേ ആൻസറിലോട്ട് എത്താൻ സാധിക്കില്ല. കാരണം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് കുറവാണ്. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓൾറെഡി ഡിജിറ്റൽ ബോർഡ് ക്ലാസ്സസിൽ മാക്സിമം നമ്പർ ഓഫ് MCQs നിങ്ങൾക്ക് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ലൈവ് സെഷൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, അപ്പം മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നമ്മൾ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഓക്കെ ആകുക. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നമുക്കത് ചെയ്യണം എന്നുള്ള രീതിയിൽ നിങ്ങൾ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഈ ഒരു കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ലൈവ് സെഷൻസ് നമ്മൾ ഡിസംബർ 20th സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ മോസ്റ്റ്ലി ഈ ഒരു എന്ത് ചെയ്യുക, മാക്സിമം പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ നോക്കുക. സോ ലൈവ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സ്റ്റഡി പ്ലാനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ ക്ലാസ് സെഷൻ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ നേരത്തെ കോഴ്സ് ആപ്പിൽ കോഴ്സ്
കോഴ്സിനകത്ത് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നതും ഈ ഒരു ഓർഡറിൽ തന്നെയാണ്. നമ്മുടെ സിലബസിലെ ആ ഒരു ഓർഡറിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഓരോ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ക്ലാസ്സുകൾ അപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ഒരു ടോപ്പിക്ക് പിക്ക് ചെയ്യാൻ നിങ്ങൾ അവിടെ എന്ത് ചെയ്യേണ്ട ഒരു ഡിഫിക്കൽട്ടിയും ഇല്ല. എല്ലാം കറക്റ്റ് ഓർഡറിൽ നമ്മളത് അറേഞ്ച് ചെയ്ത് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലുള്ള സിലബസ്. ഇത് ക്ലിയർ ആണ്. ഇനി ഈ സിലബസിനകത്ത് ഓരോ ടോപ്പിക്കിലും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നിങ്ങളെ ഡൗട്ട്സുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. നമുക്ക് സെഷൻ എൻഡ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഡൗട്ട്സുകളിലേക്ക് ഞാൻ വരാം. ഇൻ ബിറ്റ്വീൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മോസ്റ്റ്ലി ആ ഒരു കണ്ടിന്യൂഷൻ പോകും. അപ്പോൾ നമുക്ക് മാക്സിമം ഡിസ്കഷൻ കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ ഡൗട്ട്സിലേക്ക് ഞാൻ വരാം. സോ മൊഡ്യൂൾ 1 ഞാൻ പറഞ്ഞു മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് അല്ലേ, അവിടെ 12 മാർക്കിന്റെ വെയിറ്റേജ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ആ ഒരു മൊഡ്യൂൾ നോക്കുവാണെങ്കിൽ ബേസിക് ആയിട്ട് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം, എലാസ്റ്റിക് കോൺസ്റ്റൻസ്, പോയിസോൺസ് റേഷ്യോ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ബേസിക് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കഴിഞ്ഞ A ലെവൽ എക്സാം ആണെങ്കിലും ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുള്ള ഒരു ഏരിയ ആണ്. ഹൂക്സ് ലോ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൂക്സ് ലോയുടെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസുകൾ വരാം. അതേപോലെ എലാസ്റ്റിക് കോൺസ്റ്റൻസ് നമുക്കറിയാം, മോഡുലസ് ഓഫ് റിജിഡിറ്റി, മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി, ബൾക്ക് മോഡുലസ്, ഇതിനെ ബേസ് ചെയ്തുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്, റിലേഷനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസുകൾ വരാം. അതേപോലെ സ്ട്രെസ് സ്ട്രെയിൻ്റെ ബേസിക് സ്ട്രെസ് സ്ട്രെയിൻ്റെ ഒക്കെ സിമ്പിൾ പ്രോബ്ലംസുകൾ ചോദിക്കാവുന്നതാണ്. അതേപോലെ അവിടുന്ന് സ്ഥിരം ചോദിക്കുന്നത് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്ന കേസ്, അത് സെൽഫ് വെയിറ്റ് മൂലം അതേപോലെ ആക്സിൽ ലോഡ് അപ്ലൈ ചെയ്യുന്നത് മൂലമുള്ള ഡിഫ്ലക്ഷൻ ഒക്കെ ക്വസ്റ്റ്യൻസുകൾ വരുന്നതാണ്, നോട്ട് ചെയ്യണം. പിന്നെ അതേപോലെ മോഴ്സ് സർക്കിളുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ വരാം. അതേപോലെ തെർമൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തെർമൽ സ്ട്രെസ്സും തെർമൽ സ്ട്രെയിനും ബേസ് ചെയ്ത ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിൽ ഇപ്പോൾ കഴിഞ്ഞ 2021 കഴിഞ്ഞ ഈ ഇറിഗേഷൻ എക്സാമിന് ചോദിച്ചിരുന്നു. തെർമൽ സ്ട്രെസ് തെർമൽ സ്ട്രെയിൻ ബേസ് ചെയ്തുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതൊക്കെ അതിനകത്തുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യണം. പിന്നെ ടോർഷൻ ടോപ്പിക്, ടോർഷൻ ഇക്വേഷനുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ. ദെൻ മോസ്റ്റ്ലി എന്താണ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം അല്ലേ, SFD BMD ഡയഗ്രാം. അപ്പോൾ അത് സിംപ്ലി സപ്പോർട്ടഡ് ബീമും അതേപോലെ തന്നെ നമ്മുടെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് സിംപ്ലി സപ്പോർട്ടഡ് ബീമും കാൻഡിലിവർ ബീമിലുമുള്ള പോയിന്റ് ലോഡും UDL-ഉം ഇതിന് കറസ്പോണ്ടിങ് ആണ് ക്വസ്റ്റ്യൻസ് മോസ്റ്റ്ലി ചോദിക്കുന്നത്. UVL-നെ ബേസ് ചെയ്ത് അങ്ങനെ അധികം ചോദിച്ച് കണ്ടിട്ടില്ല. എങ്കിലും നമ്മൾ പഠിക്കുമ്പോൾ 3 കേസസുകൾ നമ്മൾ പഠിക്കും. പോയിന്റ് ലോഡും UDL-ഉം UVL-ഉം ഒക്കെ പഠിച്ച് തന്നെ പോകും. പക്ഷേ ഇമ്പോർട്ടൻസ് നിങ്ങൾ എപ്പോഴും സിംപ്ലി സപ്പോർട്ടഡ് കാൻഡിലിവർ ബീമിന്റെ കേസിൽ പോയിന്റ് ലോഡ് UDL-നെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസുകൾക്ക് കൊടുക്കുക. ദെൻ അതേപോലെ തന്നെ പിന്നെ ഡിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസുകൾ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മുടെ സ്പ്രിങ്ങിലെ ക്വസ്റ്റ്യൻസ്, അതേപോലെ കോളംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോളംസിലെ എഫക്റ്റീവ് ലെങ്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല എൻഡ് കണ്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ട് എഫക്റ്റീവ് ലെങ്തിൻ്റെ ഇക്വേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യുക, അതൊക്കെ പഠിച്ച് തുടങ്ങുക. ഓൾമോസ്റ്റ് നമ്മൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൻ്റെ ക്ലാസ്സുകളൊക്കെ ഏകദേശം ഒരു 10ഓളം ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി ആപ്പിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ കേൾക്കുക, നോട്ട്സ് മേക്ക് ചെയ്യുക. ലൈവ് സെഷൻസ് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസുകളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും കാണും. അതേപോലെ തന്നെ രണ്ടാമത്തെ മൊഡ്യൂൾ നോക്കുകയാണെങ്കിൽ തെർമോഡൈനാമിക്സ്, നമ്മൾ തെർമോഡൈനാമിക്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആപ്പിലെ ക്ലാസ്സുകൾ. ഫ്രം ബേസ് ഓൺവേർഡ്സ് അപ് ടു അഡ്വാൻസ് ലെവൽ വരെ നമ്മൾ തെർമോഡൈനാമിക്സിന്റെ കംപ്ലീറ്റ് പോർഷൻസ് നമ്മുടെ ആപ്പിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമുക്കറിയാം തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് 12 മാർക്കാണ് അല്ലേ. തെർമോഡൈനാമിക്സ് എന്ന് മാത്രം നമുക്ക് 12 മാർക്കുള്ള ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ തെർമോഡൈനാമിക്സ് മോസ്റ്റ്ലി നമുക്ക് എല്ലാവർക്കും അറിയാം ബേസിക് കൺസെപ്റ്റ് ടു ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്. ഇതുവരെ എല്ലാ എക്സാമിനും, അതിപ്പോൾ ഡിപ്ലോമ ലെവൽ എക്സാം ആയിക്കോട്ടെ, A ലെവൽ എക്സാം ആയിക്കോട്ടെ, അപ് ടു സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വരെ എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ തെർമോഡൈനാമിക്സ് അതങ്ങനെ മോസ്റ്റ്ലി മിക്ക എക്സാമുകൾക്കും കാണാറില്ല. പക്ഷെ നമുക്ക് ബിടെക് ലെവൽ എക്സാമുകൾക്കൊക്കെ ആ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ തെർമോഡൈനാമിക് ബേസിക് കൺസെപ്റ്റ്, തെർമോഡൈനാമിക് സിസ്റ്റം, അങ്ങനെയൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. പിന്നെ പ്രധാനമായിട്ടും തെർമോഡൈനാമിക് പ്രോസസ്സുകൾ അല്ലെ, ഡിഫറെൻറ്റ് തെർമോഡൈനാമിക് പ്രോസസ്സുകൾ, ഓരോ തെർമോഡൈനാമിക് പ്രോസസ്സിലെയും ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെയും വർക്ക് ട്രാൻസ്ഫറിൻ്റെയും ഇക്വേഷൻസുകൾ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. പിന്നെ ലോസ് ഓഫ് തെർമോഡൈനാമിക്സിൽ നമ്മൾ 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അവിടെ തന്നെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അപ്ലൈ ടു ക്ലോസ്ഡ് സിസ്റ്റം നമുക്ക് പഠിക്കണം. ഓപ്പൺ സിസ്റ്റം, സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ബേസ് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അത് നോക്കണം. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആപ്ലിക്കേഷൻ റെഫ്രിജറേറ്റർ ഹീറ്റ് പമ്പ് പഠിക്കുന്നതാണ്. അതിൻ്റെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സാമുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിനെ ബേസ് ചെയ്തുള്ള കൺസെപ്റ്റുകൾ നമുക്ക് നോക്കണം. പിന്നെ അതേപോലെ എൻട്രോപ്പി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ ഈ ബിടെക് ലെവലിലേക്ക് പോകുമ്പോൾ പിന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്. ഇത്രയും ഇവിടം വരെ നമുക്ക് ഓൾറെഡി ലോസ് ഓഫ് തെർമോഡൈനാമിക്സ് വരെ നമ്മൾ ഡിപ്ലോമ ലെവൽ എല്ലാ എക്സാമുകൾക്കും ചോദിക്കുന്നതാണ്. അത് കഴിഞ്ഞുള്ള കണ്ടന്റുകളൊക്കെ നമുക്ക് ബിടെക് ലെവൽ എക്സാമുകൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. എൻട്രോപ്പി വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ബിടെക് ലെവൽ എക്സാമുകൾ പഠിക്കാനുണ്ട്. വേരിയസ് തെർമോഡൈനാമിക് പ്രോസസ്സിൽ എൻട്രോപ്പി ചേഞ്ചിന്റെ ഇക്വേഷൻ, അതേപോലെ എൻട്രോപ്പി പ്രിൻസിപ്പിളിന്റെ ആപ്ലിക്കേഷൻസുകൾ അല്ലേ, അതേപോലെ ക്ലോഷ്യസ് ഇൻഇക്വാളിറ്റിയുടെ കൺസെപ്റ്റ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. പിന്നെ അവൈലബിൾ ആൻഡ് അൺഅവൈലബിൾ എനർജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവൈലബിലിറ്റി
അത് അവൈലബിലിറ്റി ഫംഗ്ഷൻ ഫോർ ഓപ്പൺ സിസ്റ്റം നമുക്ക് പഠിക്കണം, അവൈലബിലിറ്റി ഫംഗ്ഷൻ ഫോർ ക്ലോസ്ഡ് സിസ്റ്റം പഠിക്കണം. അവിടെ കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള ടോപ്പിക്കാണ്. പക്ഷേ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കത് പഠിക്കാം. കൺസെപ്റ്റ് അറിയില്ലെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടുമാണ്. മനസ്സിലാക്കി പഠിച്ചു പോയാൽ വളരെ ഈസി ആയിട്ട് നമ്മൾ അതൊക്കെ പഠിച്ച് മനസ്സിലാക്കും. പിന്നെ അതേപോലെ തന്നെ മാക്സ്വൽ റിലേഷൻ, നമ്മളെ തെർമോഡൈനാമിക് റിലേഷൻസ് ക്വസ്റ്റ്യൻസുകൾ വരുന്ന ഒരു ഏരിയയാണ്. അവിടെ നമ്മൾ മാക്സ്വൽ റിലേഷൻ പഠിക്കുന്നുണ്ട്, TDS ഇക്വേഷൻ പഠിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഇന്റേണൽ എനർജി എൻട്രോപ്പി ഇക്വേഷൻസുകൾ, ക്ലേഷ്യസ് ക്ലാപ്പറോൺ ഇക്വേഷൻ, അതേപോലെ ജൂൾ തോംസൺ ജൂൾ കെൽവിൻ എഫക്റ്റ്, ഇൻവേർഷൻ കർവുമായി ബന്ധപ്പെട്ടുള്ള അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ തെർമോഡൈനാമിക് റിലേഷൻസിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഗ്യാസ് മിക്സ്ചറുകൾ, പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസ് മിക്സ്ചർ, അവിടെ ഇക്വലന്റ് ഗ്യാസ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുന്ന കൺസെപ്റ്റ്, ഇക്വലന്റ് മോളിക്കുലാർ വെയിറ്റ് കണ്ടുപിടിക്കുന്ന കൺസെപ്റ്റ്, മോൾ ഫ്രാക്ഷൻ മാസ് ഫ്രാക്ഷൻ കൺസെപ്റ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് പഠിക്കണം. പിന്നെ അതേപോലെ തന്നെ അമഗാഡ്സ് ലോ ഓഫ് പാർഷ്യൽ വോളിയം, ഗിബ്സ് ഡാൽട്ടൺസ് ലോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് പഠിക്കണം. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്യുക. ഈസി ആയിട്ട് തന്നെ ഈ ഒരു 12 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ, ഒരു ഡിഫിക്കൽട്ടിയും ഇല്ല. ദെൻ ലാസ്റ്റ് നമുക്ക് എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ്, നമുക്ക് കാർനോട്ട് സൈക്കിൾ, ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ, ഡുവൽ കമ്പഷൻ സൈക്കിൾ പോലെയുള്ള എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസുകളും അവിടെയുള്ള ഓരോ സൈക്കിളിലെയും തെർമോഡൈനാമിക് പ്രോസസ്സുകൾ ഏതൊക്കെയാണ്, ഓരോന്നിൻ്റെയും തെർമൽ എഫിഷ്യൻസിയുടെ എക്സ്പ്രഷൻ എന്താണ്, തെർമൽ എഫിഷ്യൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കുറേ ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻസുകളും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകളും ഒക്കെ വരാവുന്ന ഒരു ഏരിയ ആണത്. അപ്പോൾ അതൊക്കെ തന്നെ നമുക്ക് തെർമോഡൈനാമിക്സ് സബ്ജക്റ്റ് പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് തെർമോഡൈനാമിക്സ്. 12 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. പഠിക്കാൻ ഒരുപാടുണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ പഠിത്തം തുടങ്ങുക. ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ എക്സാം ടൈമിലേക്ക് നമുക്ക് അതിന് മുന്നേ തന്നെ ഈ സബ്ജക്റ്റ് ഒക്കെ കവർ ചെയ്ത് റിവിഷൻ എന്ന് പറയുന്ന ഒരു മോഡിലേക്കൊക്കെ നിങ്ങൾക്ക് എത്തിച്ചേരണമെങ്കിൽ എക്സാം നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിപ്പറേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അതിനുള്ള സമയമുള്ളൂ. കാരണം ഇപ്പോൾ വിളിച്ചിരിക്കുന്ന 2 ഈ എക്സാമുകൾ മോസ്റ്റ്ലി നമുക്ക് 2025 മിഡോട് കൂടി തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മുടെ മുന്നിലൊരു 6 മുതൽ 7 മാസം, അല്ലെങ്കിൽ മിനിമം ഒരു 6 മാസം കൂട്ടിയാൽ മതി. ഒരു 6 മാസമായിരിക്കും നമ്മുടെ മുന്നിൽ വരാൻ പോകുന്നത്. ഒരു A ലെവൽ എക്സാമിന് പഠിച്ചു ഒരു 6 മാസം എന്ന് പറയുന്നത് എന്താ, വളരെ ലിമിറ്റഡ് ടൈമാണ്. ഇത്രയും സബ്ജക്റ്റ് പഠിക്കാനുണ്ട്, റിവിഷൻ ചെയ്യാനുണ്ട്, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. സോ സമയം വളരെ കുറവാണ്. നമ്മളിപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, സോ തെർമോഡൈനാമിക്സ് നമ്മൾ കണ്ടു, 12 മാർക്ക് വെയിറ്റേജ്. ദെൻ അതിനുശേഷം നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ്, അവിടെയും എന്താണ് 12 മാർക്കിന്റെ വെയിറ്റേജ് തന്നെയാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് അല്ലേ. അപ്പോൾ അവിടെ ഫ്ലൂയിഡ് മെക്കാനിക്സിനകത്ത് നമുക്ക് ആദ്യം തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടി, ഡയറക്റ്റ് ഡെഫിനിഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും വരുന്ന ഒരു ഏരിയയാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. അവിടെ നിങ്ങൾ പ്രധാനമായിട്ടും വിസ്കോസിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഡൈനാമിക് വിസ്കോസിറ്റി, കൈനമാറ്റിക് വിസ്കോസിറ്റി, ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ബേസ് ചെയ്തുള്ള പ്രോബ്ലംസുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. പിന്നെ അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സ്, അവിടെ തന്നെ നമ്മൾ ന്യൂട്ടോണിയൻ, നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളുകൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ സർഫസ് ടെൻഷൻ, ക്യാപ്പിലാരിറ്റി, ആ പ്രോപ്പർട്ടി, അതിൻ്റെ ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സുമായിട്ട് പഠിക്കുക. ദെൻ അതിനുശേഷം നമ്മൾ പ്രഷർ ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ് ടോപ്പിക് ഉണ്ട്. പ്രഷർ ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ വരുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിനകത്തുനിന്നുള്ള പ്രഷർ കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ചോദിക്കാറുണ്ട്. യൂട്യൂബ് മാനോമീറ്റർ, ഡിഫറൻഷ്യൽ മാനോമീറ്ററിൻ്റെ ക്വസ്റ്റ്യൻസുകൾ. ദെൻ ബോയൻസി ആൻഡ് ഫ്ലോട്ടേഷൻ ക്വസ്റ്റ്യൻസുകൾ വരുന്ന മറ്റൊരു ഏരിയയാണ് ബോയൻസി ആൻഡ് ഫ്ലോട്ടേഷനും, അതേപോലെ തന്നെ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസും. അതിൻ്റെ തിയറി ക്വസ്റ്റ്യൻ, ബോയൻസിൻ്റെ കഴിഞ്ഞ ഈ ലെവൽ എക്സാമിനും ബോയൻസിൽ നിന്നുള്ള തിയറി ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് പഠിക്കും അല്ലേ. ഫ്ലൂയിഡ് കൈനമാറ്റിക്സിനകത്ത് നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും. ഫ്ലൂയിഡ് ഡൈനാമിക്സിനകത്ത് ബെർണോളിസ് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അതേപോലെ ബെർണോളിസ് ഇക്വേഷൻ്റെ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്ന ഡിവൈസ്, വെഞ്ചുറി മീറ്റർ, ഒറിഫൈസ് മീറ്റർ, പിറ്റോ ട്യൂബ്. അപ്പോൾ അതിൻ്റെയൊക്കെ വെഞ്ചുറി മീറ്റർ, ഒറിഫൈസ് മീറ്ററിൻ്റെയൊക്കെ തിയറിറ്റിക്കൽ ഡിസ്ചാർജിൻ്റെ എക്സ്പ്രഷൻ, പിറ്റോ ട്യൂബ് യൂസ് ചെയ്തുകൊണ്ട് വെലോസിറ്റി കണ്ടുപിടിക്കുന്ന എക്സ്പ്രഷൻ, അതിൻ്റെയൊക്കെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്, അങ്ങനെയൊക്കെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളൊക്കെ ബെർണോളിസ് ഇക്വേഷൻ പഠിക്കാനുണ്ട്. അതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ക്ലാസ്സുകളിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് ഒക്കെ ഓൾമോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ ഡിജിറ്റൽ ബോർഡ് ക്ലാസ്സസ് വിത്ത് കംപ്ലീറ്റ് MCQ നമ്മൾ കോഴ്സിൽ ഓൾറെഡി അപ്പ് ചെയ്തിട്ടുണ്ട്. സോ വ്യക്തമായി തന്നെ നിങ്ങൾക്ക് കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് തന്നെ ഫ്ലൂയിഡ് മെക്കാനിക്സ് സബ്ജക്റ്റ് ഒക്കെ പഠിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നോച്ചസ് ആൻഡ് വിയേഴ്സ്, ഓപ്പൺ ചാനൽ ഫ്ലോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട്. പിന്നെ നമ്മുടെ ലാമിന ഫ്ലോ, നമുക്ക് ലാമിന ഫ്ലോ ത്രൂ പൈപ്പ്, അവിടെ നമ്മൾ ഹേജൻ പോയ്സലി ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. ഹേജൻ പോയ്സലി ഇക്വേഷൻ, അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസുകൾ. അതേപോലെ ഫ്ലോ ത്രൂ പൈപ്പ്, പൈപ്പിലൂടെ ഫ്ലോ നടക്കുന്ന സമയത്തുള്ള മേജർ ലോസസുകൾ, നമുക്കറിയാം മേജർ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ, മൈനർ എനർജി ലോസസുകൾ, അതിൻ്റെ ഇക്വേഷൻസ്, അതിൻ്റെ ബേസ് ചെയ്തുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ. മൈനർ ലോസസ് ആണ് ഈ പറഞ്ഞ സഡൻ എക്സ്പാൻഷൻ, സഡൻ കോൺട്രാക്ഷൻ, അതൊക്കെ മൈനർ ലോസസുകളാണ്. അപ്പോൾ എൻട്രി ലോസ്, എക്സിറ്റ് ലോസ്, ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ഇക്വേഷൻസ് ആണുള്ളത്. ആ ഇക്വേഷൻസ് കറക്റ്റായിട്ട് പഠിക്കുക, അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. പിന്നെ നമുക്ക് ബൗണ്ടറി ലെയർ തിയറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേ ഇമ്പോർട്ടൻസോടുകൂടി തന്നെ നമുക്ക് പഠിക്കേണ്ടതാണ് ഹൈഡ്രോളിക് മെഷീൻസ്. ഹൈഡ്രോളിക് മെഷീൻസിൽ ആദ്യം നമുക്ക് ഇമ്പാക്ട് ഓഫ് ജെറ്റ് പഠിക്കണം. അവിടെ കുറച്ച് ഇക്വേഷൻസ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. ആ ഇക്വേഷനെ ബേസ് ചെയ്തുള്ള ഡയറക്റ്റ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് അവിടെ ചോദിക്കുന്നത് ഇമ്പാക്ട് ഓഫ് ജെറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതേപോലെ അതിനുശേഷം നമുക്ക് ടർബൈനും പമ്പും,
അവിടെയും നമുക്ക് ടർബൈൻ്റെ ക്ലാസിഫിക്കേഷൻ, അവിടെ അതിന് ബേസ് ചെയ്തുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്, സ്പെസിഫിക് സ്പീഡിൻ്റെ കൺസെപ്റ്റ്, യൂണിറ്റ് ക്വാണ്ടിറ്റീസിൻ്റെ കൺസെപ്റ്റ്, പമ്പിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് പമ്പിനെ പറ്റിയും സെൻട്രിഫ്യൂഗൽ പമ്പിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അവിടെ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻസ് ഒക്കെ പഠിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. പിന്നെ തിയറി ക്വസ്റ്റ്യൻ മോസ്റ്റ്ലി വരാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ, ടർബൈൻ്റെ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തിയറി ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ 12 മാർക്ക് സ്കോർ ചെയ്യാവുന്ന മറ്റൊരു പോർഷനാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ്. സോ ഈ ഒരു ലെവലിൽ നമുക്കത് പഠിച്ചു പോകുന്നതേ ഉള്ളൂ. ദെൻ നമുക്ക് 4th മൊഡ്യൂളിൽ നമുക്ക് ഏതാണ്, മെറ്റീരിയൽ സയൻസ് ആണ് അല്ലെ, മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ് ആണ് നമ്മുടെ 4th മൊഡ്യൂൾ വരുന്നത്. ഇതും കംപ്ലീറ്റ്ലി തിയറട്ടിക്കൽ പേപ്പറാണ്. കംപ്ലീറ്റ്ലി തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് മോസ്റ്റ്ലി മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസിൽ വരുന്നത്. അപ്പോൾ അവിടെ തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻസ് മെയിൻലി വരാൻ സാധ്യതയുള്ളത് നമ്മുടെ ക്രിസ്റ്റൽ ലാറ്റിസ്, ക്രിസ്റ്റൽ സ്ട്രക്ചർ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രിസ്റ്റൽ സ്ട്രക്ചർ, സിമ്പിൾ ക്യൂബിക്, ബോഡി സെന്റേർഡ് ക്യൂബിക്, ഫേസ് സെന്റേർഡ് ക്യൂബിക്, ഹെക്സഗണൽ ക്ലോസ് പാക്ക് സ്ട്രക്ചർ. അപ്പോൾ ഈ സ്ട്രക്ചറിന്റെ ഒക്കെ കോർഡിനേഷൻ നമ്പർ, അതേപോലെ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എത്രയാണെന്നുള്ള ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻസുകൾ, അതേപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് യൂണിറ്റ് സെൽ, മില്ലർ ഇൻഡിസസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടന്ന ഗ്രേഡ് 1 ഇൻസ്ട്രക്ടർ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. മില്ലർ ഇൻഡിസസിലെ ക്വസ്റ്റ്യൻസുകൾ, അറ്റോമിക് പാക്കിംഗ് ഫാക്ടറും കോർഡിനേഷൻ നമ്പറൊക്കെ ഈ ഓരോ ക്രിസ്റ്റൽ സ്ട്രക്ചറിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് പഠിച്ചു പോകേണ്ടതാണ്. പിന്നെ അതേപോലെ തന്നെ ഇംപെർഫെക്ഷൻസ്, അതാണ് ക്രിസ്റ്റൽ ഇംപെർഫെക്ഷൻസ്. നമുക്ക് കുറേ ഡിഫക്റ്റുകളൊക്കെ ഉണ്ടല്ലേ, പോയിന്റ് ഡിഫക്റ്റ്, അതേപോലെ തന്നെ ലൈൻ ഡിഫക്റ്റ്, അവിടെ സ്ക്രൂ ഡിസ്ലൊക്കേഷൻ, എഡ്ജ് ഡിസ്ലൊക്കേഷൻ, എഡ്ജ് ഡിസ്ലൊക്കേഷനെ പറ്റിയൊക്കെ കഴിഞ്ഞ ഇറിഗേഷൻ അതേപോലെ പോളിടെക്നിക് ലെക്ചർ എക്സാമുകൾക്കൊക്കെ ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻസ് വന്നതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കണം. ദെൻ അതിനുശേഷം നമുക്ക് പ്രധാനമായിട്ട് നമ്മുടെ ഗിബ്സ് സ്പേസ് റൂള്, അത് ബേസ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇതൊക്കെ നമ്മളെ ഡിഫക്റ്റുകളാണ്. സ്ലിപ്പ്, ടിന്നിങ്, ഡിസ്ലൊക്കേഷൻ, ഇതൊക്കെ ഡിഫക്റ്റിനകത്ത് വരുന്ന ടോപ്പിക്കുകളാണ്. പിന്നെ ഹ്യൂം റോദറി റൂൾ, ഇതാണ് ഈ റൂളിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ കഴിഞ്ഞ ഇറിഗേഷൻ ഉണ്ടായിരുന്നു, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ ഇക്വിലിബ്രിയം ഡയഗ്രാം, അവിടെ പ്രധാനമായിട്ട് നമ്മുടെ അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രാം നമുക്ക് പഠിക്കണം. അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രത്തിലുള്ള ഇൻവേരിയൻ റിയാക്ഷൻസുകൾ, നമ്മൾ യൂടെക്റ്റിക് റിയാക്ഷൻ, പെരിടെക്റ്റിക് റിയാക്ഷൻ, യൂടെക്റ്റോയിഡ് റിയാക്ഷൻ, പെരിടെക്റ്റോയിഡ് റിയാക്ഷൻ, അതൊക്കെ എന്താണ്, അവിടെ എന്ത് കൺവേർഷനാണ് നടക്കുന്നത്, അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി പോവുക. കഴിഞ്ഞ ലെവൽ എക്സാമിന് അതിനകത്ത് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് കണ്ടോ, യൂടെക്റ്റോയിഡ്, പെരിടെക്റ്റോയിഡ്, ഇതൊക്കെ നമ്മുടെ അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രത്തിനകത്തുള്ള ഇൻവേരിയൻ റിയാക്ഷൻസുകളാണ്. ദെൻ ടി ഡയഗ്രത്തിനെ പറ്റിയുള്ള കൺസെപ്റ്റുകൾ പഠിക്കണം. ദെൻ ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്, പിന്നെ തിയറി ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്. അവിടെ നമുക്കറിയാം ഡിഫറെൻറ്റ് ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സുകൾ നമുക്കറിയാം. അനീലിംഗ് ഉണ്ട്, നോർമലൈസിങ്, ടെമ്പറിങ്, അതേപോലെ കുറച്ച് സർഫസ് ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സുകളുണ്ട്, കാർബറൈസിങ്, നൈട്രൈഡിങ്, സൈനൈഡിങ് പോലെയുള്ള. ഇതൊക്കെ കഴിഞ്ഞ ലെവൽ ഇറിഗേഷൻ എയ്ക്കൊക്കെ ചോദ്യങ്ങൾ ഇവിടുന്ന് വന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. പിന്നെ ലാസ്റ്റ് നമുക്ക് കുറച്ച് അലോയ്സിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. അവിടുന്ന് ഒരു ചോദ്യം നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാവുന്നതാണ്. കാസ്റ്റ് അയണിന്റെയും സ്റ്റീലിന്റെയും വേരിയസ് ടൈപ്സിനെ പറ്റി പഠിക്കണം. അതേപോലെ എഫക്ട് ഓഫ് അലോയിങ് എലമെന്റ്സും ആൻഡ് യൂസ് ഓഫ് കോപ്പർ, അലൂമിനിയം ആൻഡ് ടൈറ്റാനിയം മീൻസ് അലോയ്സ്. ആൻഡ് ഈ 3 അലോയ് ആണ്, കോപ്പർ അലോയ്, അലൂമിനിയം അലോയ്, ടൈറ്റാനിയം അലോയ്. ഇതിന് ഈ 3 അലോയുടെ കോമ്പിനേഷനും കാര്യങ്ങളുമാണ് പ്രധാനമായിട്ടും. കംപ്ലീറ്റ്ലി തിയറട്ടിക്കൽ ആയിട്ടുള്ള ഒരു പേപ്പറാണ് മെറ്റീരിയൽ സയൻസ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, അവസാനത്തേക്ക് പഠിക്കാൻ വെച്ചാൽ മോസ്റ്റ്ലി മേ ബി നമുക്കൊരു ടാസ്ക്കായി മാറും. കാരണം ഒരുപാട് റിവിഷനൊക്കെ ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ്. കാരണം നമ്മൾ ഒരു വട്ടം വായിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ നിൽക്കണമെന്നില്ല. സോ നമ്മൾ നേരത്തെ പഠിച്ച് ഒരു 2-3 പ്രാവശ്യമൊക്കെ റിവൈസ് ചെയ്ത് പോകേണ്ട ഒരു സബ്ജക്റ്റാണ്. കാരണം ഒരുപാട് തിയറി പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ബൈഹേർട്ട് പഠിക്കാനുണ്ട്. ഇപ്പം നമ്മൾ ഈ പറയുന്ന ഫ്ലൂയിഡ് മെക്കാനിക്സ് സബ്ജക്റ്റ്, തെർമൽ സബ്ജക്റ്റ്, ഇതൊക്കെ കൺസെപ്റ്റ് ഓറിയന്റഡ് സബ്ജക്റ്റുകളാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കി പോയാൽ കുഴപ്പമില്ല. പക്ഷേ ഇത് പ്യൂർലി തിയറട്ടിക്കലാണ്. ഒരുപാട് മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യം ഓക്കെ, അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കൺസെപ്റ്റ് ആയിട്ടുണ്ട്. ബാക്കിയൊക്കെ പ്യൂർലി പക്കാ തിയറിയാണ്. കംപ്ലീറ്റ് ഒരുപാട് തവണ റിവൈസ് ചെയ്യേണ്ട പേപ്പറാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇമ്പോർട്ടൻസ് ഈ സബ്ജക്റ്റ് കൊടുക്കുക. വൺ ഡേ നമ്മളത് കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞാൽ അതിനെ റിലേറ്റ് ചെയ്തുള്ള 12 മാർക്കിൽ മാക്സിമം മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മൊഡ്യൂൾ 4 വരുന്നത്. ദെൻ നമ്മുടെ മൊഡ്യൂൾ 5 പോകുമ്പോൾ നമ്മുടെ തെർമൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് ആണ് മൊഡ്യൂൾ 5. അവിടെ നമുക്ക് 14 മാർക്കിന്റെ വെയിറ്റേജ് ആണുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് ആദ്യമുള്ളത് തെർമൽ എഞ്ചിനീയറിംഗിൽ സ്റ്റീം എഞ്ചിനീയറിംഗ് ആണ്. നമുക്ക് മെയിനായിട്ട് നമ്മുടെ സ്റ്റീം ടർബൈൻ അല്ലേ, സ്റ്റീം ടർബൈൻ വർക്ക് ചെയ്യുന്ന സൈക്കിൾ നമ്മുടെ റാങ്കൈൻ സൈക്കിളാണ്. സോ റാങ്കൈൻ സൈക്കിളിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസുകൾ, റാങ്കൈൻ സൈക്കിളിനകത്ത് നടക്കുന്ന തെർമോഡൈനാമിക് പ്രോസസ്സുകൾ, അതിന്റെ എഫിഷ്യൻസിയുടെ എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ. പിന്നെ തിയറി വരാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബോയിലേഴ്സ്. കാരണം സ്റ്റീം പവർ പ്ലാന്റിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ബോയിലർ, ഒരു മെയിൻ കമ്പോണൻ്റ് ആണ്. അപ്പോൾ ബോയിലറിൻ്റെ ക്ലാസിഫിക്കേഷൻ, ബോയിലർ മൗണ്ടിങ്ങുകൾ ഏതൊക്കെയാണ്, ബോയിലർ ആക്സസറികൾ ഏതൊക്കെയാണ്, അതിൻ്റെ പ്രധാന ഫംഗ്ഷൻസുകൾ, പ്യൂർ തിയറി ക്വസ്റ്റ്യൻസ് ആണ് ഇവിടുന്ന് വരുന്നത്. പിന്നെ സ്റ്റീം എഞ്ചിനുമായിട്ട് ബേസ് ചെയ്തുള്ള ബേസിക് ടെർമിനോളജീസ്, സ്റ്റീം നോസിൽ, സ്റ്റീം ടർബൈന്, മൾട്ടി സ്റ്റേജ് ടർബൈൻ, ഇവിടെയൊക്കെ റീഹീറ്റ് ഫാക്ടറിൻ്റെ കൺസെപ്റ്റ് ഒക്കെ നമുക്ക് ഇവിടുന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് നോക്കണം. ദെൻ IC എഞ്ചിൻ, ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനുമായിട്ട് ബേസ് ചെയ്തുകൊണ്ട് ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ ഓൾറെഡി കംപ്ലീറ്റ് ആണ്. ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനകത്ത് നമുക്ക് ഓൾറെഡി IC എഞ്ചിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കാനുണ്ട്.
ഫ്യൂൽ സിസ്റ്റങ്ങൾ, അത് പെട്രോൾ ഫ്യൂൽ സിസ്റ്റം പഠിക്കാനുണ്ട്, ഡീസൽ ഫ്യൂൽ സിസ്റ്റം പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ പെർഫോമൻസ് പാരാമീറ്റേഴ്സിനകത്ത് നമ്മുടെ ഐസി എഞ്ചിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് പവറുകൾ, ബ്രേക്ക് പവർ, ഇൻഡിക്കേറ്റഡ് പവർ, എഫിഷ്യൻസി, ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി, ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി, അങ്ങനെ കുറേ ഡയറക്റ്റ് ഇക്വേഷൻ ബേസ് ചെയ്തുള്ള കുറേ കൺസെപ്റ്റുകളാണ് അവിടെ നിന്നുള്ളത്. പിന്നെ അതേപോലെ ഓട്ടോ ഇഗ്നിഷൻ, പ്രീ ഇഗ്നിഷൻ, ഡിറ്റോണേഷൻ പോലെയുള്ള കുറച്ച് തിയറി പോയിന്റ്. പിന്നെ നമ്മുടെ ഫ്യൂവലിന്റെ റേറ്റിംഗ് മനസ്സിലാക്കുന്ന 2 നമ്പറുകൾ, ഒക്ടേൻ നമ്പറും സീറ്റേൻ നമ്പർ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പഠിക്കണം. ദെൻ ഗ്യാസ് ടർബൈൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്യാസ് ടർബൈൻ്റെ ക്ലാസിഫിക്കേഷൻ, ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈൻ, ക്ലോസ്ഡ് സൈക്കിൾ ഗ്യാസ് ടർബൈൻ. ദെൻ ഗ്യാസ് ടർബൈൻ്റെ തെർമൽ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്ന ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് ഏതൊക്കെയാ? റീജനറേഷൻ, ഇന്റർകൂളിംഗ്, റീഹീറ്റിംഗ്. ഈ 3 മെത്തേഡ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ കൺസെപ്റ്റുകൾ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അതിന്റെ കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അതേപോലെ എഫിഷ്യൻസി, വർക്ക് ഔട്ട്പുട്ടിന്റെ എക്സ്പ്രഷൻസ്, അത് ഈ 3 കേസിൽ നമുക്ക് എന്ത് ചെയ്യണം? പഠിക്കണം. ദെൻ കംപ്രസറിന്റെ ക്ലാസിഫിക്കേഷൻ, അതേപോലെ വോളിമെട്രിക് എഫിഷ്യൻസിയുടെ എക്സ്പ്രഷൻ, മൾട്ടി സ്റ്റേജ് കംപ്രഷന്റെ പ്രോബ്ലംസ്, ഇത് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. മൾട്ടി സ്റ്റേജ് കംപ്രഷന്റെ പ്രോബ്ലംസുകൾ, മൾട്ടി സ്റ്റേജ് കംപ്രഷനിൽ നമ്മൾ അവിടെ ഇന്റർകൂളർ കൺസെപ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണം. ദെൻ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് സബ്ജക്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ നമുക്ക് COP, കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസിന്റെ കൺസെപ്റ്റ് പഠിക്കണം. ഡിഫറെന്റ് എയർ റെഫ്രിജറേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്ന തെർമോഡൈനാമിക് സൈക്കിൾ, ബെൽ കോൾമാൻ സൈക്കിളിന്റെ കൺസെപ്റ്റ്. ദെൻ അതേപോലെ തന്നെ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, COPയുടെ കൺസെപ്റ്റുകൾ നമുക്ക് പഠിക്കണം. ദെൻ സൈക്രോമെട്രി, നമ്മുടെ എയർ കണ്ടീഷനിങ് അല്ലേ, നമ്മുടെ മോയ്സ്റ്റ് എയറിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കുന്ന സൈക്രോമെട്രിക് ചാർട്ട് എന്താണ്, ഡിഫറെന്റ് സൈക്രോമെട്രിക് പ്രോസസ്സുകൾ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ആ ഒരു പോയിന്റിൽ നിന്ന് പഠിക്കാനുണ്ട്. റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്. ദെൻ ഹീറ്റ് ട്രാൻസ്ഫർ സബ്ജക്ട്. ഹീറ്റ് ട്രാൻസ്ഫർ നമുക്കറിയാം, ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ അല്ലേ. കണ്ടക്ഷന്റെ ഗവേണിംഗ് ലോ, ഫൊറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസുകൾ, കൺവെക്ഷൻ ന്യൂട്ടൺസ് ലോ കൂളിങ്ങിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസുകൾ, റേഡിയേഷൻ സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോയെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസുകൾ. പിന്നെ അതേപോലെ തന്നെ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന ക്വസ്റ്റ്യൻസ് ഡിഗ്രി എക്സാമിൽ മോസ്റ്റ്ലി ചോദിക്കുന്നതാണ്. ഹീറ്റ് എക്സ്ചേഞ്ചർ, പാരൽ ഫ്ലോ, കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ, LMTD കൺസെപ്റ്റ്, NTU നമ്പർ ഓഫ് ട്രാൻസ്ഫർ യൂണിറ്റ് കൺസെപ്റ്റ്, അങ്ങനെയൊക്കെയുള്ള കൺസെപ്റ്റുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഹീറ്റ് ട്രാൻസ്ഫറിൽ നിന്ന് ചോദിക്കാം. അപ്പോൾ അതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഹീറ്റ് ട്രാൻസ്ഫർ സബ്ജക്റ്റിൽ നിന്ന് പഠിക്കണം. അപ്പോൾ ഇത്രയും ചേർന്നാണ് നമുക്ക് തെർമൽ എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ വരുന്നത്. തെർമൽ എഞ്ചിനീയറിംഗ് പെർഫെക്റ്റ് ആയിട്ട് കൺസെപ്റ്റ് ഓറിയന്റഡ് സബ്ജക്റ്റ് ആണ്. തെർമോഡൈനാമിക്സ് പഠിച്ചു കഴിഞ്ഞ് നമ്മൾ നേരെ തെർമലിലോട്ട് പോകും അല്ലേ. തെർമോഡൈനാമിക്സിന്റെ ആപ്ലിക്കേഷൻ തന്നെയാണ് ഈ പറയുന്ന കൺസെപ്റ്റുകളെല്ലാം. അപ്പോൾ തെർമോഡൈനാമിക്സ് ആദ്യം പഠിച്ച് കംപ്ലീറ്റ് കൺസെപ്റ്റുകൾ ഓക്കെ ആക്കിയതിനു ശേഷം മാത്രമേ നിങ്ങൾ എങ്ങോട്ട് പോകാവൂ? തെർമൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിലോട്ട് പോകാം. ഓക്കെ, തെർമൽ എഞ്ചിനീയറിംഗിൽ 1-2 ഒട്ടനവധി സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാം. കാരണം ഇതൊക്കെ ഹീറ്റ് ട്രാൻസ്ഫർ ആയിക്കോട്ടെ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ആയിക്കോട്ടെ, ഐസി എഞ്ചിൻ ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ പല സബ്ജക്റ്റുകളായിട്ട് നമ്മൾ പല സെമസ്റ്ററുകളിൽ പഠിക്കുന്നതാണ് അല്ലേ. ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂൾ വന്നിരിക്കുന്നത്. പക്ഷേ കറക്റ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു പോയാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു പേപ്പറാണ് തെർമൽ എഞ്ചിനീയറിംഗ്. സോ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും ക്ലാസ് സെഷനിൽ പോകുന്നത്. MCQ ഡിസ്കസ് ചെയ്യും. ലൈവ് സെഷനിൽ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്തു. അപ്പോൾ തെർമൽ എഞ്ചിനീയറിംഗ് 14 മാർക്ക് വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റ് ആണ്. സോ മാക്സിമം നന്നായിട്ട് തന്നെ അത് കവർ ചെയ്ത് പോവുക. ദെൻ അതിനുശേഷം നമ്മുടെ മൊഡ്യൂൾ വരുന്നത് തിയറി ഓഫ് മെഷീൻസ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ് അല്ലേ. തിയറി ഓഫ് മെഷീൻ, അതും 14 മാർക്കിന്റെ വെയിറ്റേജ് ഉള്ള സബ്ജക്ട്. നമുക്ക് തിയറി ഓഫ് മെഷീനും ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ് 2 സബ്ജക്റ്റ് ആയിട്ട് തന്നെ 2 സെമസ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് ആണ്. പക്ഷെ അത് ക്ലബ് ചെയ്തുകൊണ്ട് ഒറ്റ മൊഡ്യൂളായിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ആദ്യം തിയറി ഓഫ് മെഷീനിൽ നിന്ന് മെയിൻ ആയിട്ട് നമുക്ക് മെക്കാനിസം എന്തൊക്കെയാണ്, ഇൻവേർഷൻ ഓഫ് എ മെക്കാനിസം എന്താണ് ഇൻവേർഷൻ, അവിടെ തന്നെ നമ്മൾ 4 ബാർ ചെയിൻ്റെത്, അതേപോലെ സിംഗിൾ സ്ലൈഡർ ക്രാങ്ക് ചെയിൻ, ഡബിൾ സ്ലൈഡർ ക്രാങ്ക് ചെയിൻ, അതിൻ്റെയൊക്കെ ഇൻവേർഷൻ ഏതൊക്കെയാണ്, അതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുകളാണ്. നമ്മളത് ആ ഇൻവേർഷൻ ഏതൊക്കെയാണെന്ന് പേര് കറക്റ്റായിട്ട് പഠിച്ചു പോവുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അതേപോലെ തന്നെ പവർ ട്രാൻസ്മിഷൻ ഡിവൈസിനകത്ത് പ്രധാനമായിട്ടും ബെൽറ്റ്, റോപ്പ്, ചെയിൻ ഡ്രൈവ്, അതേപോലെ തന്നെ ഗിയർ ആണ് പ്രധാനമായിട്ടും പഠിക്കുന്നത്. ഗിയറിനകത്ത് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗിയർ, ഗിയറിനകത്ത് വരുന്ന ഡിഫറെൻറ്റ് ടെർമിനോളജി എന്തൊക്കെയാണ്, ലോ ഓഫ് ഗിയറിംഗ് കൺസെപ്റ്റ്, ഇന്റർഫറൻസ് ആൻഡ് അണ്ടർ കട്ടിംഗ് കൺസെപ്റ്റ്, കാൽക്കുലേഷൻ ഓഫ് മിനിമം നമ്പർ ഓഫ് ടീത്ത്, കോൺടാക്ട് റേഷ്യോ, ഇതൊക്കെ നമ്മൾ ഗിയറിന്റെ ടോപ്പിക്കിൽ നിന്ന് പഠിക്കുന്നതാണ്. അപ്പോൾ പവർ ട്രാൻസ്മിഷനകത്ത് ഗിയർ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അതിൽ നിന്ന് ചോദ്യങ്ങൾ കൂടുതൽ ചോദിക്കാറുണ്ട്. പിന്നെ അതേപോലെ ബെൽ ഡ്രൈവ്, ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ബെൽ ഡ്രൈവ് ആണ്. ബെൽ ഡ്രൈവിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതേപോലെ തന്നെ പവർ ട്രാൻസ്മിഷന്റെ ക്വസ്റ്റ്യൻസുകൾ വരാറുണ്ട്. ബെൽ ഡ്രൈവിന്റെ പവർ ട്രാൻസ്മിഷൻ ഇക്വേഷൻ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസുകൾ വരാറുണ്ട്. പിന്നെ നമുക്കിവിടെ ഗിയർ ട്രെയിൻ, നമുക്കറിയാം സിമ്പിൾ ഗിയർ ട്രെയിൻ, കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ, റിവർട്ടഡ് ഗിയർ ട്രെയിൻ. അപ്പോൾ അവിടെയൊക്കെ വെലോസിറ്റി റേഷ്യോയുടെ ഇക്വേഷൻ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസുകൾ. ഫ്ലൈ വീല്, ഗവർണർ, ഗൈറോസ്കോപ്പ്, ഇത് 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലൈ വീലിൽ നിന്ന് കുറേ ടേംസുകൾ പഠിക്കാനുണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി, കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ്, ഗവർണർ, നമ്മൾ ഗവർണർ ഹൈറ്റ്, വാട്ട് ഗവർണർ, പോട്ടർ ഗവർണറിന്റെ ഒക്കെ ഹൈറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻസുകൾ, ഗൈറോസ്കോപ്പ്, ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ബാലൻസിങ് നമുക്ക് അങ്ങനെ A ലെവൽ എക്സാമ്പിൾക്ക് അങ്ങനെ അധികം കാണാറില്ല, എങ്കിലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം,
ബാലൻസിംഗ് നിന്ന് പഠിച്ചു പോകണം. ഓക്കെ, ദെൻ വൈബ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വൈബ്രേഷനിൽ നിന്ന് മാത്രം നമുക്ക് 2-3 ചോദ്യങ്ങൾ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. ദെൻ നമ്മുടെ ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സിലേക്ക് പോവുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് ഗിയറിന്റെ ഡിസൈൻ, സ്പർ ഗിയറിന്റെ ഡിസൈൻ എന്നുള്ള ചോദ്യങ്ങൾ പ്രധാനമായിട്ടും വരാറുണ്ട്. അത് കൂടാതെ നമുക്ക് നമ്മുടെ ബെയറിങ് അതേപോലെ തന്നെ ജോയിന്റ്സുകൾ, അവിടെ തന്നെ റിവറ്റഡ് ജോയിന്റിന്റെയും വെൽഡഡ് ജോയിന്റിന്റെയും ഡിസൈൻ സിലബസിൽ എടുത്ത് പറയുന്നുണ്ട്. റിവറ്റഡ് ജോയിന്റ് ആൻഡ് വെൽഡഡ് ജോയിന്റ് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുകൾ വരാറുണ്ട്. അതേപോലെ തന്നെ ഗിയറിന്റെ, സ്പർ ഗിയറിന്റെ ഡിസൈൻ ആണ് പ്രധാനമായിട്ടും നോക്കേണ്ടത് ക്വസ്റ്റ്യൻസുകൾ വരുന്നത്. പിന്നെ ബെയറിംഗ്, സ്ലൈഡിംഗ് ആൻഡ് കോൺടാക്ട് ബെയറിംഗ്, ബ്രേക്ക്, ക്ലച്ച് തന്നെ നമ്മൾ യൂണിഫോം പ്രഷർ തിയറി, യൂണിഫോം വിയർ തിയറി കൺസെപ്റ്റിലെ ക്ലച്ചിന്റെ ഡിസൈൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുള്ള ബേസിക് ക്വസ്റ്റ്യൻസുകൾ അവിടെ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയുമാണ് വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്ന ഒരു മൊഡ്യൂളാണ് തിയറി ഓഫ് മെഷീൻസ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീൻ. ബാക്കിയുള്ള മൊഡ്യൂൾസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ച് ഈസിയർ ആണ് ഈ ഒരു മൊഡ്യൂൾ. ഈസി ആയിട്ട് തന്നെ നമുക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാം. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്കിവിടെ പഠിക്കാനുള്ളൂ. ബാക്കിയുള്ള കുറച്ച് മൊഡ്യൂൾസ് നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. പക്ഷേ മാക്സിമം പഠിച്ചു പോവുക. ദെൻ നമുക്ക് അടുത്ത നമ്മുടെ പ്രൊഡക്ഷൻ ടെക്നോളജി എന്ന് പറയുന്ന മൊഡ്യൂളാണ് അല്ലേ, നമ്മുടെ മാനുഫാക്ചറിങ് പ്രോസസ്സും മെഷീൻ ടൂൾസും വരുന്നത് കംപ്ലീറ്റ്ലി തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ തന്നെയാണ്. അപ്പോൾ അവിടെ നമുക്ക് ആദ്യം കാസ്റ്റിംഗ് അല്ലേ, കാസ്റ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്കവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാസ്റ്റിംഗ്, അതേപോലെ പാറ്റേൺ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാറ്റേൺ ഏതൊക്കെയാണ്, സോൾഡിഫിക്കേഷൻ ടൈമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസുകൾ, അതേപോലെ കാസ്റ്റിംഗ് ഡിഫക്റ്റുകൾ നോക്കാനുണ്ട്. ദെൻ കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് വെൽഡിംഗ് ആണ്. വെൽഡിംഗിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ എക്സാമുകൾക്ക് ഈ ലെവൽ എക്സാമുകൾ ചോദിക്കാറുണ്ട്. അവിടെ നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെൽഡിംഗ്, ഗ്യാസ് വെൽഡിംഗ് ആയിക്കോട്ടെ, ആർക്ക് വെൽഡിംഗ് ആയിക്കോട്ടെ, റെസിസ്റ്റൻസ് വെൽഡിംഗ് ആയിക്കോട്ടെ, ആ ടൈപ്പ് എല്ലാ വെൽഡിംഗും നിങ്ങൾ പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെൽഡിംഗ് ഡിഫക്റ്റുകൾ കറക്റ്റായിട്ട് തന്നെ നോക്കുക. ദെൻ അതിനുശേഷം നമുക്ക് നോർമലി നമ്മുടെ മെറ്റൽ ഫോമിംഗ് പ്രോസസ്സ്, പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ നടക്കുന്നത് ഏതൊക്കെയാണ്, നമ്മുടെ ഫോർജിങ്, റോളിങ്, എക്സ്ട്രൂഷൻ, ഡ്രോയിങ് ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബേസിക് ഫാക്ടുകൾ, ബേസിക് ഓപ്പറേഷൻസുകൾ നോക്കുക. ദെൻ മെഷീൻ ടൂൾ, നമ്മുടെ മെറ്റൽ കട്ടിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസുകൾ, മെറ്റൽ കട്ടിങ്ങിൽ നമ്മൾ ഡിഫറെൻറ്റ് ആംഗിളുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കണം. ഡിഫറെൻറ്റ് ആംഗിളുകൾ ഏതൊക്കെയാണ്, ടൂൾ ജോമെട്രി, അതേപോലെ ടൂൾ ലൈഫ്, ടൈലേഴ്സ് ടൂൾ ലൈഫ് ഇക്വേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വിയറുകൾ ഏതൊക്കെയാണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെറ്റൽ കട്ടിങ്. പിന്നെ മെഷീൻ ടൂൾ അല്ലേ, മെഷീൻ ടൂളിൽ ലെയ്ത്ത്, ഷേപ്പർ, ഡ്രില്ലിംഗ്, മില്ലിംഗ് ഇങ്ങനെയുള്ള മെഷീൻ ടൂളിൻ്റെ ഒക്കെ ബേസിക് ഓപ്പറേഷൻസുകൾ, അതേപോലെ ആ മെഷീൻ ടൂളിൻ്റെ പാർട്സുകൾ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കുക. പിന്നെ അതേപോലെ അവിടെ കുറേ അൺകൺവെൻഷണൽ മെഷീനിങ് ഇവിടെ നിന്നൊക്കെ ഡയറക്റ്റ് തിയറി വരുന്നതാണ്. EDM, അതേപോലെ ECG, ECM, LBM, അൾട്രാസോണിക് മെഷീനിങ്, അബ്രസീവ് ജെറ്റ് മെഷീനിങ്, ഇലക്ട്രോൺ ബീം മെഷീനിങ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിക് തിയറി മാത്രമേ ഉള്ളൂ, നോക്കി പോകാവുന്നതേ ഉള്ളൂ. ദെൻ മെട്രോളജി ആൻഡ് ഇൻസ്പെക്ഷൻ, മെട്രോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ലിമിറ്റ്സ്, ഫിറ്റ്സ്, ടോളറൻസും അതേപോലെ ആംഗുലാർ മെഷർമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ, പിന്നെ സിമ്മിൽ നിന്നുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതും കംപ്ലീറ്റ്ലി തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു പോർഷനാണ്. ഇവിടെ നിങ്ങൾ വെയിറ്റേജ് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് വെൽഡിങ്ങിൽ നിന്ന് ചോദ്യങ്ങൾ കൂടുതൽ വരാറുണ്ട്. വെൽഡിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, അതേപോലെ മെഷീൻ ടൂളിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഈ രണ്ട് പാർട്ടിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, ഈ രണ്ട് പാർട്ടിൽ നിന്നാണ് കൂടുതലും ചോദ്യങ്ങൾ ഈ ഒരു പ്രൊഡക്ഷൻ ടെക്നോളജിയിൽ നിന്ന് കാണാറുള്ളത്. സോ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ബേസിക് ആയിട്ട് പഠിച്ച് പോവുക. ഓക്കെ, ദെൻ ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് ആണ്. 12 മാർക്കിന്റെ വെയിറ്റേജ് ഉള്ള മൊഡ്യൂളാണ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ്. അവിടെയും പ്യൂർലി തിയററ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റിൽ നിന്ന് ആദ്യം നമുക്ക് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ഏതൊക്കെയാണ്. പിന്നെ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. സ്ഥിരം ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നതാണ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. അവിടെ നമ്മൾ ലൈൻ ഓർഗനൈസേഷൻ, സ്റ്റാഫ് ഓർഗനൈസേഷൻ, മെട്രിക്സ് ഓർഗനൈസേഷൻ, അങ്ങനെയുള്ള പ്രോജക്റ്റ് ഓർഗനൈസേഷൻ, ഇതൊക്കെ എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കണം. പിന്നെ രണ്ടാമത് ചോദ്യം വരുന്നതാണ് നമ്മുടെ ഈ കമ്പനീസ്, നമ്മുടെ ഫോർമേഷൻ ഓഫ് കമ്പനീസ്. അവിടെ നമ്മുടെ പാർട്ട്ണർഷിപ്പ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, പബ്ലിക് ലിമിറ്റഡ് കമ്പനി, അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ്, ഓരോന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻസുകൾ വരുന്നതാണ്. ദെൻ അടുത്ത നമ്മുടെ ഫെസിലിറ്റീസ് പ്ലാനിങ്ങിലേക്ക് പോകുമ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്ന മെയിൻ ഏരിയ നമ്മുടെ പ്ലാൻ ലേഔട്ട് തന്നെയാണ് അല്ലേ. പ്ലാൻ ലേഔട്ട്, അവിടെ പ്രോസസ് ലേഔട്ട് ഉണ്ട്, പ്രോഡക്റ്റ് ലേഔട്ട് ഉണ്ട്, അതേപോലെ തന്നെ ഹൈബ്രിഡ് ലേഔട്ട് ഉണ്ട് അല്ലേ, അതേപോലെ ഗ്രൂപ്പ് ടെക്നോളജി, സെല്ലുലാർ ലേഔട്ട് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. ഓരോ ലേഔട്ടും അത് എവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ഏത് കേസിലാണ് നമ്മൾ ഓരോ ലേഔട്ടും പ്രിഫർ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം. പിന്നെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഇക്വിപ്മെന്റ്സുകൾ ഏതൊക്കെയാണ്, അതിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങൾ. ദെൻ വർക്ക് സ്റ്റഡി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വർക്ക് സ്റ്റഡി അല്ലേ. വർക്ക് സ്റ്റഡി അവിടെ നമ്മൾ ടൈം സ്റ്റഡി, ഡിഫറെൻറ്റ് ടൈംസുകൾ, നമ്മളൊരു ജോബ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മെയിനായിട്ട് വേണ്ട ടൈം, നമ്മുടെ ആക്ച്വൽ ടൈം, സ്റ്റാൻഡേർഡ് ടൈം, അത് കണ്ടുപിടിക്കാൻ കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടുന്ന് നോക്കണം. അതുപോലെ പ്രോസസ് ചാർട്ടുകൾ ഏതൊക്കെയാണ്, പിന്നെ വേജ് പേയ്മെൻറ്റ് പ്ലാൻസ്, ഡിഫറെൻറ്റ് വേജ് പേയ്മെൻറ്റ് പ്ലാൻസുകൾ, അതൊക്കെ ഡയറക്റ്റ് തിയറി ആയിട്ടുള്ള ടോപ്പിക്കാണ്, നിങ്ങൾക്ക് നോക്കി പോകാവുന്നതേ ഉള്ളൂ. അതൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ, അതായത്
പ്രൊഡക്ഷൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാനിങ്ങുകൾ ഏതൊക്കെയാണ്, അതേപോലെ തന്നെ ഫോർകാസ്റ്റിംഗ് ടെക്നിക്കുകൾ, അത് പല മെത്തേഡിൽ നമ്മൾ ഫോർകാസ്റ്റിങ്ങിനെ മാറ്റുന്നുണ്ട്. ജഡ്ജ്മെൻറ്റിനെ ബേസ് ചെയ്ത്, അതുപോലെ ടൈം വേരിയേഷനെ ബേസ് ചെയ്ത് നമ്മൾ ഫോർകാസ്റ്റിംഗ് മെത്തേഡിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അതേപോലെ പ്രൊഡക്ഷനകത്ത് ഡിഫറെൻ്റ് ആയിട്ട് ഓരോ സ്റ്റേജസുകൾ നമ്മൾ പഠിക്കുന്നതാണ്. റൂട്ടിംഗ്, ഷെഡ്യൂളിംഗ്, ഡിസ്പാച്ചിങ്, ഫോളോ അപ്പ്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രൊഡക്ഷൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്പുകൾ കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, ഇൻവെൻട്രി കൺട്രോളിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് EOQനെ ബേസ് ചെയ്തുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാറുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ഇൻസ്പെക്ഷൻ, കുറച്ച് ചാർട്ടുകൾ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ പെർ ടൈം CPM നമുക്ക് പെർ ടൈം CPM എന്നുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ കൂടുതൽ ചോദിക്കാറുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കുക. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ലീനിയർ പ്രോഗ്രാമിംഗ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് അസൈൻമെന്റ് പ്രോബ്ലംസ്, ഗെയിം തിയറി. ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് കൂടുതലും കണ്ടിട്ടുള്ളത് CPM നിന്നും പെർട്ടി നിന്നുമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് തരാൻ ശ്രമിച്ചതാണ്. ജസ്റ്റ് നമുക്ക് 8 മൊഡ്യൂളുകൾ, ഈ ഓരോ മൊഡ്യൂളിൽ നിന്നും എന്ത് ചെയ്യുക, ഈക്വൽ വെയിറ്റ് നമുക്ക് തെർമൽ എഞ്ചിനീയറിംഗും അതേപോലെ തന്നെ നമ്മുടെ തിയറി ഓഫ് മെഷീൻസ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സിൽ നിന്ന് മാത്രമാണ് 14 മാർക്ക് വരുന്നത്. ബാക്കിയൊക്കെ 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ ഈ ഒരു സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും നമുക്ക് ഇനി വരാൻ പോകുന്ന ഈ ഗ്രൗണ്ട് വാട്ടറും ഈ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയുടെ ഒക്കെ സിലബസ് ഈ ഒരു ആസ്പെക്റ്റിൽ തന്നെ ആയിരിക്കും നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. നമുക്ക് സിലബസ് ഒക്കെ എക്സാമിന് 2 മാസം മുന്നേ കേരള PSC പബ്ലിഷ് ചെയ്യുള്ളൂ. പക്ഷേ ആ ടൈം കൊണ്ട്, ആ 2 മാസം കൊണ്ടൊന്നും നമുക്ക് ഒരിക്കലും ഈ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യാനൊന്നും സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സിലബസിനെ ബേസ് ചെയ്ത് പഠിച്ചു തുടങ്ങുക. ഓക്കെ, പിന്നെ നമുക്ക് എക്സാം സിലബസ് വരുമ്പോൾ അതിനകത്ത് ചെറിയ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻ, മേ ബി നമ്മുടെ കോർ സബ്ജക്റ്റ് എല്ലാം തന്നെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിനൊരു വേരിയേഷൻ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യേണ്ട. മോസ്റ്റ്ലി ഈ ഒരു സിലബസ് തന്നെയാണ്. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ സിലബസ്. അപ്പോൾ നമ്മൾ ഈ ഒരു സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ കോഴ്സ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഇനിയും നമ്മളോട് ചേർന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞു, ലൈവ് ക്ലാസ് നമ്മൾ ഓൾറെഡി December 20th ഓൺവേർഡ്സ് നമ്മൾ ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ റെക്കോർഡഡ് ക്ലാസ്സസ്, ന്യൂലി റെക്കോർഡ് ഡിജിറ്റൽ ബോർഡ് ക്ലാസ്സുകളാണ്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, ഡിജിറ്റൽ ബോർഡ് ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ സീരീസും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കോഴ്സിനോടൊപ്പം തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങുക. അതിന് വേണ്ടി തന്നെയാണ് നമ്മൾ ഈ ഒരു ബാച്ച് നിങ്ങളുടെ മുന്നിലേക്ക് അനൗൺസ് ചെയ്തിരിക്കുന്നത്. വ്യക്തമായ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു ബാച്ച് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് വേണ്ട കണ്ടന്റുകൾ കറക്റ്റ് ഓർഡറിൽ വേണ്ട രീതിയിൽ ആ MCQs ഒക്കെ അറേഞ്ച് ചെയ്ത് തന്നെയാണ് നമ്മൾ കോഴ്സ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ സെഷനിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.